ഈ സെമിനാറിൻ്റെ മോഡറേറ്ററായി അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ്റെ അഖിലേന്ത്യാ പ്രസിഡൻ്റായിട്ടുള്ള നമ്മുടെ പ്രിയങ്കരിയായിട്ടുള്ള ഏറെ ആദരണീയായിട്ടുള്ള ശ്രീമതി ടീച്ചറിനെ ആദരവോടെ ക്ഷണിക്കുകയാണ്. പ്രിയപ്പെട്ട സഹാക്കളെ, സഹോദരിമാരെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ 24ാമത് പാർട്ടി കോൺഗ്രസ് ഏപ്രിൽ മാസം മധുരയിൽ ചേരുകയാണ്. അതിൻ്റെ മുന്നോടിയായിട്ടുള്ള സംസ്ഥാന സമ്മേളനം 30 വർഷങ്ങൾക്ക് ശേഷം കൊല്ലം അതിൻ്റെ ആതിഥേയത്വം വഹിക്കുകയാണ്. നമ്മൾ ഈ സെമിനാറുമായി അതുപോലെ തന്നെ ഈ സമ്മേളനവുമായി ബന്ധപ്പെട്ടുള്ള നിരവധിയായ സെമിനാറുകൾ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെ സംബന്ധിച്ച്, അതുപോലെ ജനകീയാസൂത്രണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ആധുനിക വ്യവസായവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അതുപോലെ നമ്മുടെ ചരിത്രത്തെ സംബന്ധിച്ചുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെട്ട്, പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ സംബന്ധിച്ച് ഇങ്ങനെ നിരവധിയായ സെമിനാറുകൾ നമ്മുടെ ജില്ലയുടെ വിവിധ മേഖലകളിൽ നടന്നു വരികയാണ്. ആ ഒരു അർത്ഥത്തിൽ നമ്മളിന്ന് ജെൻഡർ ലിറ്ററസി എന്ന വിഷയം എടുത്തുകൊണ്ടുള്ള ഒരു സെമിനാർ ഇന്നിവിടെ സംഘടിപ്പിക്കാനുള്ള തീരുമാനം എടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഈ സെമിനാറുമായി ബന്ധപ്പെട്ട് ജെൻഡർ ലിറ്ററസി ജെൻഡർ എന്ന പദം തന്നെ നമ്മൾക്കറിയാം, കഴിഞ്ഞ കുറേ വർഷങ്ങളായി, പ്രത്യേകിച്ച് ജനകീയാസൂത്രണത്തിൻ്റെ ഒരു കാലഘട്ടം മുതലാണ് ഈ ജെൻഡർ എന്ന പദം ഏറ്റവും കൂടുതലായി നമ്മുടെ സമൂഹത്തിൽ ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്നതെന്നുള്ള കാര്യം നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. യഥാർത്ഥത്തിൽ ജെൻഡർ ലിറ്ററസി എന്ന് പറയുന്നത് ഇപ്പോൾ സ്ത്രീകളുടെ പുരുഷന്മാരുടേതായിട്ടുള്ള സാക്ഷരതാ നിരക്കുകളോ അതിലെ കുറവ് വരുത്തുന്നതിന് ആവശ്യമായിട്ടുള്ള പ്രവർത്തന പ്രക്രിയകളുമായിട്ടൊക്കെ മുന്നോട്ട് പോവുക എന്നൊക്കെ നമ്മൾ പറയുന്നെങ്കിലും, യഥാർത്ഥത്തിൽ നമ്മുടെ രാജ്യത്തിൻ്റെ ഇന്നത്തെ ഒരു അവസ്ഥ നോക്കുമ്പോൾ നമുക്കറിയാം, ഏറെ പരിതാപകരമായ അവസ്ഥയിലൂടെയാണ് നമ്മുടെ രാജ്യത്തെ സ്ത്രീകൾ ഇന്ന് കടന്നു പോകുന്നത്, പൊതുസമൂഹം കടന്നു പോകുന്നത് നമുക്കറിയാം. അവിടെ നമ്മൾ ഈ സാക്ഷരതയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ലിറ്ററസിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ വളരെ പരിമിതമായിട്ട് മാത്രമേ നമ്മുടെ കുട്ടികൾക്കടക്കം സ്കൂളിലേക്ക് പോകാൻ കഴിയുന്നു എന്നുള്ളൊരു രാഷ്ട്രീയ സാഹചര്യം നമ്മുടെ രാജ്യം നിലനിൽക്കുകയാണ്. നരേന്ദ്രമോദി അധികാരത്തിൽ നിന്നുകൊണ്ട് ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ മുദ്രാവാക്യമൊക്കെ വെക്കുന്നുണ്ട്. പക്ഷെ എന്താണ് നമ്മുടെ രാജ്യത്തെ സ്ത്രീകളുടെ, പെൺകുട്ടികളുടെ അവസ്ഥ എന്നുള്ളത് വളരെ കൃത്യമായി നമ്മൾക്കറിയാം. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഒരു ഉദാഹരണമാണ് ഇപ്പോൾ കുംഭമേളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ പ്രചാരം സൃഷ്ടിച്ച വെള്ളാരം കണ്ണുള്ള ആ പെൺകുട്ടി, മൊണോലിസ എന്ന പേരിൽ അറിയപ്പെടുന്ന പെൺകുട്ടി വലിയ പ്രചാരം ശ്രദ്ധിച്ചതാണ്. അപ്പോൾ ഈ അടുത്ത സമയത്ത് കോഴിക്കോട് വരികയും ചെയ്തിട്ടുണ്ട്. പക്ഷെ പെൺകുട്ടിയോട് പത്രക്കാർ ചോദിച്ചു, നിങ്ങൾ എവിടെയാണ് പഠിച്ചത്, നിങ്ങളുടെ വിദ്യാഭ്യാസം? അപ്പോൾ ആ പെൺകുട്ടി പറഞ്ഞത് എന്താ? ഞാൻ സ്കൂളിൽ പോയിട്ടില്ല, വിദ്യാഭ്യാസം നേടിയിട്ടില്ല. അപ്പോൾ ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം വരുന്ന സ്ത്രീകൾ, പെൺകുട്ടികളടക്കം വിദ്യാഭ്യാസത്തിൻ്റെ പ്രാഥമികമായ പരിഗണനയ്ക്ക് പോലും അർഹമാകുന്നില്ല എന്ന ദയനീയ സ്ഥിതി നിലനിൽക്കുകയാണ്. അതേ സ്ഥാനത്താണ് അതിൻ്റെ ഭാഗമായി രാജ്യത്തിൻ്റെ വ്യത്യസ്തമായ മേഖലകളിൽ നടന്നു പോകുമ്പോൾ, രാജ്യത്തിൻ്റെ പൊതുവായ സാക്ഷരതാ നിരക്ക് നോക്കുമ്പോഴും, അതുപോലെ ആയുർദൈർഘ്യത്തെ സംബന്ധിച്ച് നോക്കുമ്പോഴും, അതുപോലെ മാതൃമരണ നിരക്കും ശിശുമരണ നിരക്ക് നോക്കുമ്പോഴും, ജോലിയുടെ മേഖലയിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോഴും എല്ലാം ഏറെ പുറകോട്ട് പോകുന്നൊരവസ്ഥയാണ് നമ്മുടെ രാജ്യത്ത് കാണാൻ കഴിയുന്നത്. ഒരു വികസിത രാജ്യം അല്ലെ ഒരു വികസിത സമൂഹത്തെ സംബന്ധിച്ച് നമ്മൾ വിലയിരുത്തുമ്പോൾ എന്താണ് വികസിത സമൂഹത്തിൻ്റെ അടിസ്ഥാന സൂചകങ്ങളായിട്ട് സൂചിപ്പിക്കുന്നത് എന്തൊക്കെയാണ്? ആ വികസിത സമൂഹത്തിലെ സ്ത്രീകൾക്ക് കൈവരിക്കാൻ കഴിഞ്ഞ സാമൂഹ്യ രാഷ്ട്രീയ സംഘടന, അതുപോലെ തന്നെ സാംസ്കാരിക മേഖലയിൽ, അതുപോലെ തന്നെ വിദ്യാഭ്യാസത്തിൻ്റെ മേഖലയൊക്കെ നേടിയെടുക്കാൻ കഴിഞ്ഞ ആ അവസ്ഥ കൂടി മനസ്സിലാക്കിക്കൊണ്ടാണ് ഒരു വികസിത സമൂഹത്തെ ചിട്ടപ്പെടുത്തുന്നത്, രൂപപ്പെടുത്തുന്നത് നമ്മൾക്കറിയാം. എന്താണ് നമ്മുടെ സമൂഹത്തിൽ നമ്മൾ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി നമ്മുടെ കേരളത്തിലേക്ക് വരുമ്പോൾ യഥാർത്ഥം നമുക്ക് കാണാൻ കഴിയുന്നത് എന്താ? കേരളത്തിൽ പണ്ട് തൊട്ടേ ഒരു ചൊല്ലുണ്ട്, എന്താ? ഒരു പുരുഷന് വിദ്യാഭ്യാസം ലഭിച്ചാൽ ആ പുരുഷൻ അവൻ്റെ ജോലിയാകും, സമ്പത്താകും, അതുപോലെ അതുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളിലേക്ക് വരും എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. പക്ഷെ ഒരു സ്ത്രീക്ക് വിദ്യാഭ്യാസം ലഭിച്ചാൽ ഒരു വിളക്ക് കത്തിച്ചു വെച്ച് അതിൻ്റെ പ്രകാശം ചുറ്റും പരക്കുന്നത് പോലെയാണ് ഒരു സ്ത്രീക്ക് ലഭിക്കുന്ന വിദ്യാഭ്യാസം. ഭാവി തലമുറയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്. നല്ല ഒരു ഭാവി തലമുറയെ വാർത്തെടുക്കാൻ പറ്റുന്നതാണ് സ്ത്രീകൾക്ക് ലഭിക്കുന്ന വിദ്യാഭ്യാസം എന്നുള്ള കാര്യം നമ്മൾക്കറിയാം. അതുകൊണ്ട് തന്നെ കേരളത്തിൽ നമുക്കറിയാം, ഇന്ന് വടക്കേ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലൊക്കെ അനുഭവിക്കുന്നത് പോലെയുള്ള ഏറെ പിന്നോക്കകരമായ ഒരു അവസ്ഥ നമ്മൾ ഭൂതകാലത്തിൽ നമുക്ക്
നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. നമ്മുടെ സംസ്ഥാനത്തും അതിൻ്റെ ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. എല്ലാവർക്കും വിദ്യാഭ്യാസം കൊടുക്കാൻ കഴിയുന്നില്ല, എല്ലാവർക്കും അന്തസ്സോടുകൂടി ഒരു ജീവിതം നടത്താൻ കഴിയുന്നില്ല എന്നൊക്കെ അവസ്ഥ നമുക്കുണ്ട്. അതിനെങ്ങനെയാണ് പരിഹാരം കാണാൻ കഴിഞ്ഞത്? യഥാർത്ഥത്തിൽ നമ്മുടെ സമൂഹത്തിൽ അന്നത്തെ നവോത്ഥാന നായകന്മാർ, സാമൂഹ്യ പരിഷ്കർത്താക്കൾ ഒക്കെ നടത്തിയ പ്രവർത്തനങ്ങളുണ്ട്. അവർ മുന്നോട്ട് വെച്ചൊരു ആശയമുണ്ട്. ആ മുന്നോട്ട് വെച്ച ആശയത്തെ നെഞ്ചേറ്റിയ ഈ കേരളത്തിൽ രൂപപ്പെട്ടു വന്നിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമുണ്ട്. 1937 കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം രൂപം കൊള്ളുന്നത്. കൃത്യം 20 വർഷം കഴിയുമ്പോൾ കേരളത്തിലൊരു ഗവൺമെന്റ് സഖാവ് EMSന്റെ നേതൃത്വത്തിൽ അധികാരത്തിൽ വരികയാണ്. ആ ഗവൺമെന്റാണ് യഥാർത്ഥത്തിൽ ആധുനിക കേരളത്തിന് അടിത്തറ പാകിയെ നമ്മൾ കാണുകയാണ്. ആ മേഖലയിൽ അന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിപ്ലവകരമായ പരിഷ്കാരമായി എല്ലാവരെയും സ്കൂളിലേക്ക് പറഞ്ഞു വിടുക, വിദ്യാഭ്യാസം കൊടുക്കുക എന്ന് പറയുന്നത് നമ്മൾ കാണുകയുണ്ടായി. ആ വിദ്യാഭ്യാസം ലഭിച്ചിട്ടുള്ള തലമുറ, പിന്നീട് വന്നവർ, അതെല്ലാം ഇന്ന് വന്ന ഈ സമൂഹത്തിൽ കാണുന്ന മാറ്റം ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് കാണാൻ കഴിയുന്നത്. എന്തുകൊണ്ടാണ് കേരളം ഇന്ത്യക്ക് ബദലായി നിൽക്കുന്നത്? എന്തുകൊണ്ടാണ് കേരള മോഡൽ എന്ന് പറയുന്നത്? അതിൻ്റെ എല്ലാം അടിസ്ഥാനം ഇവിടെ നമ്മൾക്ക് സ്ത്രീകൾക്ക് ലഭിച്ചിട്ടുള്ള വിദ്യാഭ്യാസത്തിന്റെ ആ പരിഗണനയും അതിൻ്റെ അടിസ്ഥാനത്തിൽ വ്യത്യസ്തമായ തലങ്ങളിലേക്ക് സ്ത്രീകൾക്ക് കടന്നു വരാൻ കഴിഞ്ഞതിൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിലാണ് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ നല്ല വിദ്യാഭ്യാസം എല്ലാവർക്കും കിട്ടി, പൊതുസമൂഹത്തിനാകെ കിട്ടി, സ്ത്രീകൾക്ക് കിട്ടി. എന്നാലും നമ്മുടെ ഇടയിലുണ്ട് കുറേ പ്രശ്നങ്ങളുണ്ട്. നമ്മൾ ആഗ്രഹിക്കുന്ന നിലയിലേക്ക്, അധികാര സ്ഥാനത്തേക്ക് അവകാശബോധമുള്ളവരായി, ആത്മാഭിമാനബോധമുള്ളതായി നമ്മുടെ സ്ത്രീകളെ മാറ്റിയെടുക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ ജെൻഡർ ലിറ്ററസിയുടെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് ഇടപെടേണ്ടതായിട്ടുണ്ട് എന്ന് മാത്രവുമല്ല, അത്തരമൊരു സാമൂഹ്യ സംവിധാനത്തിലേക്ക് നമ്മുടെ സമൂഹമാകെ വരണമെങ്കിൽ ഒരു പൊതുബോധം സൃഷ്ടിച്ചെടുക്കുക എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ആ പൊതുബോധ സൃഷ്ടിക്കായിട്ട് ഒരുമിച്ച് മുന്നോട്ട് പോകുക എന്നുള്ള കാഴ്ചപ്പാടാണ് തീർച്ചയായും ഈ ജെൻഡർ ലിറ്ററസിയുമായുള്ള ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് പോകുന്നത്. ഞാൻ അതിലേക്ക് കൂടുതലായിട്ട് കടന്നു പോകുന്നില്ല. എല്ലാ വിഷയങ്ങളെ സംബന്ധിച്ചും വളരെ ആധികാരികമായി ഒക്കെ സംസാരിക്കാനായിട്ട് നമുക്ക് ഈ സെമിനാർ ഉദ്ഘാടനം ചെയ്യാനായിട്ട് നമുക്ക് എത്തിയിട്ടുള്ളത്, നിങ്ങൾക്കറിയാം, ഇന്ത്യയിലെ ഏത് മേഖലയിലുണ്ടാകുന്ന പ്രശ്നങ്ങളിലും ആ സെക്കൻഡിൽ അവിടെ എത്തി പ്രശ്നപരിഹാരങ്ങളിൽ ഇടപെടാനും നേതൃത്വം കൊടുക്കാനും എല്ലാം നിന്നിട്ടുള്ള നിരവധിയായ ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. തീർച്ചയായും ഈ സെമിനാർ ഉദ്ഘാടനം ചെയ്യാനായി ഇവിടെ എത്തിയിട്ടുള്ളത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ പോളിറ്റ് ബ്യൂറോ മെമ്പറായിട്ടുള്ള, ഏറെ ആദരണീയമായിട്ടുള്ള, ഞങ്ങളുടെ പേട്രൺ കൂടിയായിട്ടുള്ള വൃന്ദ കരാട്ടാണ്. നിങ്ങളുടെ ഓരോരുത്തരുടെയും പേരിൽ ഏറെ അഭിമാനത്തോടെ വൃന്ദ കരാട്ടിനെ ഞാൻ ഈ സെമിനാറിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഈ സെമിനാറിന്റെ മോഡറേറ്റർ നമ്മുടെ പ്രിയങ്കരിയായിട്ടുള്ള ശ്രീമതി ടീച്ചറാണ്. ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള, ഞങ്ങൾ ഏതൊരു വിഷയമുണ്ടെങ്കിലും ആദ്യം വിളിക്കുന്ന ശ്രീമതി ടീച്ചറെയാണ്. ഒരു വിളിപ്പുറത്ത് ഞങ്ങളുടെ വിഷയങ്ങളിൽ പ്രതികരിക്കാനും അതുപോലെ ഞങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് എല്ലാ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകിയിട്ടുള്ള ശ്രീമതി ടീച്ചറാണ് ഈ സെമിനാറിന്റെ മോഡറേറ്ററായിട്ട് വന്നിട്ടുള്ളത്. ശ്രീമതി ടീച്ചറിനെ ഏറെ ബഹുമാനത്തോടു കൂടി ഈ സെമിനാറിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട വിഷയം അവതരിപ്പിക്കുന്നത് CITUവിന്റെ അഖിലേന്ത്യാ സെക്രട്ടറി കൂടിയായിട്ടുള്ള, പാർട്ടി കേന്ദ്ര കമ്മിറ്റി അംഗം കൂടിയായിട്ടുള്ള സഖാവ് AR സിന്ധു ആണ്. നേരത്തെ തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. സിന്ധുവിനെ നിങ്ങൾ ഓരോരുത്തരുടെയും പേരിൽ ഞാൻ ഈ സെമിനാറിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ ചർച്ച നയിക്കുന്നത്, നിങ്ങൾക്കറിയാം, സെക്രട്ടറി ക്യൂ റിഥം എന്ന് പറയുന്ന സംഘടനയുടെ സഖാവ് ശ്യാമ S പ്രഭ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ശ്യാമ S പ്രഭയെ ഈ സെമിനാറിലേക്ക് വളരെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഖിലയിലെ സ്പെഷ്യലിസ്റ്റ് ഇൻ വിമൻ സ്റ്റഡീസ് ആ വിഭാഗം കൈകാര്യം ചെയ്യുന്ന ഡോക്ടർ അമൃതരാജ്, അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെയും ഈ സെമിനാറിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യണം. സെമിനാർ കമ്മിറ്റിയുടെ ചെയർപേഴ്സണായിട്ടുള്ള മേഴ്സിക്കുട്ടിയമ്മ ഈ സെമിനാറിൽ പങ്കെടുക്കുന്നുണ്ട്. ആ സഖാവിനെ ഏറെ ബഹുമാനത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ ജില്ലാ സെക്രട്ടറി സുജാതന്ദ്രബാബു ഉണ്ട്, സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി സബിതാബീതമുണ്ട്, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായിട്ട് രാധാമണിയുണ്ട്, രഞ്ജു ഉണ്ട്. അതുപോലെ തന്നെ CITUവിന്റെ ഇവിടുത്തെ വർക്കിംഗ് വിമൻസ് കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതാവായിട്ടുള്ള ബിന്ദു ഉണ്ട്. അതുപോലെ തന്നെ ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെയും വർക്കിംഗ് വിമന്റെയും നിരവധിയായ നേതാക്കൾ, നമ്മുടെ പ്രിയപ്പെട്ട സഖാക്കൾ, നിങ്ങൾക്കറിയാം, പാർട്ടി നേതാക്കന്മാരായിട്ടുള്ള സഖാക്കൾ ഉൾപ്പെടെ ഇവിടെ എല്ലാവരും ഈ സെമിനാറിൽ പങ്കെടുക്കുന്നുണ്ട്. സെമിനാർ കമ്മിറ്റിയുടെ കൺവീനറായിട്ടുള്ള ജയമോഹൻ ഈ സെമിനാറിൽ പങ്കെടുക്കുന്നുണ്ട്. അങ്ങനെ ഇവിടെ പങ്കെടുത്തിട്ടുള്ള മുഴുവൻ സഖാക്കളെയും, സഹോദരി സഹോദരന്മാരെയും, അതുപോലെ മാധ്യമ പ്രവർത്തകരെയും എല്ലാം തന്നെ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകളുടെ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക് അഭിവാദ്യങ്ങൾ. പ്രിയപ്പെട്ട സഖാക്കളെ, CPM സംസ്ഥാന സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ടുള്ള
വിവിധ സെമിനാറുകൾ ഇതിനകം തന്നെ ഈ സ്റ്റേജിൽ നടന്നു കഴിഞ്ഞു. ഇന്ന് അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷനും കേരളത്തിലെ വിവിധ ട്രേഡ് യൂണിയൻ വനിതാ സബ് കമ്മിറ്റികളും സംയുക്തമായിട്ടാണ് ഈ സെമിനാർ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇന്നത്തെ സെമിനാറിൻ്റെ വിഷയം എന്ന് പറയുന്നത് ജെൻഡർ സാക്ഷരതയാണ്. ഈ സെമിനാറിൻ്റെ മോഡറേറ്ററായിട്ട് പ്രവർത്തിക്കേണ്ടത് അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ്റെ അഖിലേന്ത്യാ പ്രസിഡൻറ്റും മുൻ ആരോഗ്യമന്ത്രിയുമായിട്ടുള്ള സഖാവ് പി.കെ. ശ്രീമതി ടീച്ചറാണ്. ഈ മോഡറേറ്റ് കർത്തവ്യം ഏറ്റെടുക്കുന്നതിന് വേണ്ടി സ്നേഹമുള്ള ശ്രീമതി ടീച്ചറെ ബഹുമാനത്തോടു കൂടി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പ്രിയപ്പെട്ടവരെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ 24ാമത് പാർട്ടി കോൺഗ്രസിൻ്റെ ഭാഗമായിട്ട് കൊല്ലം ജില്ലയിൽ നടക്കുന്ന 5-ാം തീയതി മുതൽ 9-ാം തീയതി വരെ നടക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനത്തിൻ്റെ മുന്നോടിയായിട്ട് കൊല്ലം ജില്ലയിൽ വിവിധ വിഷയങ്ങളെ അടിസ്ഥാനപ്പെടുത്തി നിരവധി സെമിനാറുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത്തരം സെമിനാറുകളുടെ കൂട്ടത്തിൽ ഇന്നത്തെ ദിവസം നാം ഏറ്റെടുത്തിട്ടുള്ള വിഷയം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. പ്രത്യേകിച്ചും സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം, സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ചർച്ച ചെയ്യേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട, ദേശീയ തലത്തിൽ തന്നെ ചർച്ച ചെയ്യേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് ജെൻഡർ സാക്ഷരത എന്നുള്ളതാണ്. ഈ വിഷയത്തെ അധികരിച്ച് ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ പ്രിയങ്കരിയായിട്ടുള്ള പാർട്ടിയുടെ പൊളിറ്റ് ബ്യൂറോ അംഗം സഖാവ് ബൃന്ദ കാരാട്ടിനെ ലഭിച്ചു എന്നുള്ളത് മാത്രമല്ല, വിഷയ അവതരണം എന്നുള്ള നിലയിൽ CPIMൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗം സഖാവ് സിന്ധുവിനെ കൂടി, AR സിന്ധുവിനെ കൂടി നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതിനൊക്കെ പുറമെ വിഷയം അവതരിപ്പിച്ചു കഴിഞ്ഞാൽ സമയം പരിമിതമായിട്ടേ ഉള്ളൂ എങ്കിൽ പോലും 2 പ്രധാനപ്പെട്ട വിശിഷ്ടാതിഥികൾ നമുക്കുണ്ട്. അതിൽ സഖാവ് ശ്യാമ എസ് പ്രഭയും അതുപോലെ ഡോക്ടർ അമൃതരാജ് RM രണ്ടുപേരും വിഷയത്തെ അടിസ്ഥാനപ്പെടുത്തി അവതരിപ്പിച്ച വിഷയത്തെ സംബന്ധിച്ച അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം വെക്കും. അവരുടെ സ്വന്തമായിട്ടുള്ള വിഷയങ്ങളും വെക്കും. ഞാൻ ഈ സന്ദർഭത്തിൽ മറ്റു വിഷയങ്ങളെ സംബന്ധിച്ചൊന്നും സംസാരിക്കുന്നില്ല. ഇന്നത്തെ സെമിനാറിൻ്റെ വിഷയമായിട്ടുള്ള ജെൻഡർ സാക്ഷരത എന്ന ഈ വിഷയം അവതരിപ്പിച്ചുകൊണ്ട് നടത്തുന്ന ഈ സെമിനാർ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതിന് നമ്മുടെ എല്ലാം ഏറ്റവും പ്രിയങ്കരിയും ഇന്ത്യയിലെ അധ്വാനിക്കുന്നവരും തൊഴിലാളികളും കൃഷിക്കാരുമായിട്ടുള്ള ഇന്ത്യയിലെ എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരും ഏറ്റവും ആദരിക്കുകയും ചെയ്യുന്ന നമ്മുടെ പ്രിയപ്പെട്ട നേതാവ്, പാർട്ടിയുടെ PB മെമ്പർ സഖാവ് ബൃന്ദ കാരാട്ടിനെ വളരെ സ്നേഹപൂർവ്വം ഞാൻ ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ക്ഷണിക്കുകയാണ്. Thank you so much, Comrade P.K. Srimati, Central Committee member, my dear leaders on the stage, Comrade Mercy Kuti, who is the chairperson of the reception committee for these seminars, and all our leaders on the stage, my fellow panelists, Shamaji, Dr. Amrita, Priya Patel Sahodari, Sagakale. I always feel very happy when I come to Kerala, because I find in Kerala the most articulate women who know about their rights. And first of all, I want to thank my Central Committee member, Comrade AR Sindhu, who has so kindly agreed to translate for me
although she is the keynote speaker in this seminar. Thank you, Sindhu. പ്രിയപ്പെട്ട അധ്യക്ഷ ശ്രീമതി ടീച്ചർ, ഈ സെമിനാർ കൺവീനർ സഖാവ് മേശക്കുട്ടി, പ്രിയപ്പെട്ട ശ്യാമ ഡോക്ടർ അമൃത്ലാൽ, പ്രിയപ്പെട്ടവരെ, ഈ കേരളത്തിൽ വരുമ്പോൾ എനിക്ക് എല്ലായ്പ്പോഴും വളരെ സന്തോഷം തോന്നാറുണ്ട്. ഏറ്റവും അധികം തങ്ങളുടെ കാര്യങ്ങൾ പ്രതിഫലിപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ള ശേഷിയുള്ള സ്ത്രീകളാണ് കേരളത്തിലുള്ളത്. And I always learn so much when I come to Kerala. കേരളത്തിൽ വരുമ്പോൾ ഞാൻ അധികം ഞാൻ മനസ്സിലാക്കാറുണ്ട്, പഠിക്കാറുണ്ട്. So today, I thank you all for coming here. So many of my sisters here, having worked the whole day, you have now come for this seminar. I thank you. I had hoped that some more of our male comrades would be here too, because I think women in Kerala are quite gender literate, and it would have been so much nicer if we could have had a more mixed audience so that men could also understand the importance of gender literacy. നിങ്ങളെല്ലാവരും അവരുടെ തൊഴിലിനെല്ലാം ശേഷം ഇവിടെ വന്നതിൽ എനിക്ക് വളരെ നന്ദിയുണ്ട്. എന്നാൽ ഇവിടെ കുറച്ച് പുരുഷന്മാരും എത്തിയിട്ടുണ്ട്. എങ്കിലും ഇവിടെ എത്തിച്ചേർന്ന സ്ത്രീകൾ ജെൻഡർ സാക്ഷരതയുള്ളവരാണ്. കുറെ കൂടി പുരുഷന്മാരിവിടെയുള്ള ഒരു മിക്സഡ് ഓഡിയൻസ് ആയിരുന്നെങ്കിൽ അവർക്കും കൂടി കുറച്ച് ഈ ലിംഗനീതി സാക്ഷരതയെക്കുറിച്ചുള്ള അറിവ് കിട്ടുമായിരുന്നു എന്ന് ഞാൻ കരുതുന്നു. Purush literacy, you said. What is male gender literacy? What is male gender literacy in Malayalam? ലിംഗ സാക്ഷരത. പുരുഷ ലിംഗ സാക്ഷരത. Purusha linga saksharta. That is very important. So, I'm very happy that we have chosen a topic of gender literacy. പുരുഷന്മാരുടെ ലിംഗ സാക്ഷരത വളരെ പ്രാധാന്യമുള്ളതാണ്. ഈ വിഷയം നിങ്ങൾ തിരഞ്ഞെടുത്തതിൽ വളരെ സന്തോഷിക്കുന്നു. So what do we understand by this term, gender literacy? ഈ ജെൻഡർ ലിറ്ററസി, ലിംഗ സാക്ഷരത എന്നതിൽ നിന്ന് നമ്മൾ എന്താണ് മനസ്സിലാക്കുന്നത്? Literacy is usually understood to learn the alphabet, to learn to read, to learn to write. That is what is understood by literacy. സാക്ഷരത എന്നതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് അക്ഷരങ്ങൾ മനസ്സിലാക്കുക, വായിക്കുവാനും എഴുതുവാനും പഠിക്കുക എന്നുള്ളതാണ് ആ വാക്കിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കാറ്. But that is not what is meant by gender literacy. ലിംഗ സാക്ഷരത എന്നത് അതല്ല. Gender literacy means understanding the alphabet of social relations between men and women and gender in any given society. ലിംഗ സാക്ഷരത എന്നുള്ളത് പുരുഷൻ്റെയും സ്ത്രീയുടെയും ഇടയിലുള്ള മറ്റ് ലിംഗങ്ങളുടെ ഇടയിലുള്ള സാമൂഹ്യ ബന്ധങ്ങളെക്കുറിച്ചിട്ടുള്ള അക്ഷരങ്ങൾ പഠിക്കുക എന്നുള്ളതാണ്. Social relations. സാമൂഹ്യ ബന്ധം. So, in India, in our context, we are looking at an aggressively capitalist society where there are set class relations between the exploiter and the exploited. We are looking at a very specific situation of the caste system where there are deep social discriminations linked to caste, and within that framework we are looking at the way patriarchy plays out in such a society. ഇന്ത്യ ഒരു മുതലാളിത്ത സമൂഹമാണ്. അതിലെ ചൂഷകരും
ചൂഷിതരും തമ്മിലുള്ള വർഗബന്ധങ്ങൾ, ആ സാമൂഹ്യ വിവേചനങ്ങൾ, അതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് സ്ത്രീകൾ നേരിടുന്ന വിവേചനത്തെ നമ്മൾ നോക്കിക്കാണേണ്ടതുണ്ട്. Till now, gender has been understood to be men and women. ഇതുവരെ ലിംഗനീതി എന്നുള്ളതിൽ നിന്ന് മനസ്സിലാക്കുന്നത് പുരുഷനും സ്ത്രീയും തമ്മിലുള്ളത് എന്നുള്ളതായിരുന്നു. But because of this struggle across the world and in India of transgender communities and men and women with alternative sexualities, the concept of gender has broadened. എന്നാൽ ഇന്ന് ലോകത്തെമ്പാടും ഇന്ത്യയിലുമുള്ള വിവിധ സമരങ്ങളുടെ ഫലമായിട്ട് പുരുഷനും സ്ത്രീയും മാത്രമല്ല ട്രാൻസ്ജെൻഡറുകളും അതുപോലെ തന്നെ വിവിധ ലൈംഗിക ആഭിമുഖ്യമുള്ള ജനങ്ങളും അവരെ കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു വിപുലമായിട്ടുള്ള ഒരു നിർവചനമാണ് ഇന്ന് ലിംഗനീതി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. So gender literacy in India must also include a sensitivity of how class-race relations operate, how relations within castes operate, what are the discriminations that transgenders face, what are the discriminations that men and women with alternative sexualities face, and what are the questions that women and men face in their relationships. ഇന്ന് ഈ ലിംഗനീതി ഉള്ള ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പുരുഷനും സ്ത്രീയും തമ്മിലുള്ള ബന്ധം, അതുപോലെ തന്നെ വിവിധ വർഗങ്ങളും ആ വർഗങ്ങൾക്കിടയിലുള്ള ബന്ധങ്ങൾ, ഇവയുടെ വിവേചനം, വിവിധ തലങ്ങളിലുള്ള വിവേചനങ്ങൾ, അതുമാത്രമല്ല പുരുഷനും സ്ത്രീയും തമ്മിലുള്ള ബന്ധങ്ങളിലെ വിവേചനങ്ങൾ, അതുപോലെ മറ്റ് ലൈംഗിക ആഭിമുഖ്യമുള്ളവർ തമ്മിൽ അവരും നേരിടുന്ന സാമൂഹിക വിവേചനങ്ങൾ, ഇതിനെക്കുറിച്ചിട്ടുള്ള എല്ലാമുള്ള ഒരു സംവേദനക്ഷമതയാണ്. In our society, what we have seen is that dominant, prevalent cultures, there are so many cultures in India. There are cultures of struggle, there are cultures of resistance, there are different cultures of different communities, but the prevailing culture is the culture which is dominant in India, which is set by ruling classes, ruling castes, and within a patriarchy, the power and privilege of men. സംസ്കാരം എന്നുള്ളത് പലതരം സംസ്കാരങ്ങളുണ്ട്. സമരങ്ങളുടെ സംസ്കാരം, ചെറുത്തുനിൽപ്പുകളുടെ സംസ്കാരം, അങ്ങനെ വിവിധ തലങ്ങളിൽ. എന്നാൽ ഈ സമൂഹത്തിൽ മേധാവിത്വം സ്ഥാപിച്ചിരിക്കുന്നത് ഭരണവർഗങ്ങളുടേതായിട്ടുള്ള ഒരു സംസ്കാരമാണ്. അത് പുരുഷ മേധാവിത്വപരമായിട്ടുള്ള ഒരു സംസ്കാരം കൂടിയാണ്. In such a culture, each has a specific stereotypical role. How a woman should be, how a woman's role should be, how she should behave, how she should dress, what her main responsibility as a homemaker should be, and at the same time, how men should behave. They should be aggressive, they should be dominant. A man who helps his wife in the kitchen is not to be respected. So many stereotypical roles of what men should be and what women should be already exist in our society. ഈ സമൂഹത്തിൽ ഓരോരുത്തർക്കുമായിട്ടുള്ള നിശ്ചയിക്കപ്പെട്ട റോളുകളുണ്ട്. അത് സ്ത്രീകളുടെ പെരുമാറ്റം, അതുപോലെ അവർ ധരിക്കേണ്ട വസ്ത്രം, അവരെങ്ങനെ വീട്ടിൽ പെരുമാറണം, അവരെങ്ങനെ പുരുഷന്മാരോട് പെരുമാറണം എന്നിങ്ങനെ തുടങ്ങി. അതുപോലെ തന്നെ പുരുഷന്മാർക്കും അവരെങ്ങനെ വസ്ത്രം ധരിക്കണം, അവരെങ്ങനെ വീട്ടിൽ പെരുമാറണം, എങ്ങനെയാണ് മേധാവിത്വപരമായി പെരുമാറേണ്ടത്, അടുക്കളയിൽ കയറുന്ന പുരുഷൻ അവരുടെ വില കുറച്ച് കാണുന്ന, അങ്ങനെ വിവിധ തരങ്ങളിലുള്ള വാർപ്പു മാതൃകാപരമായിട്ടുള്ള പെരുമാറ്റ മാതൃകകൾ ഓരോരുത്തർക്കും വേണ്ടി നിർണ്ണയിക്കപ്പെട്ടിട്ടുണ്ട്. So the first step for gender literacy is to challenge these stereotypes.
ലൈംഗിക സാക്ഷരത എന്നുള്ളതിൽ ലിംഗനീതി സാക്ഷരത എന്നുള്ളതിൻ്റെ ആദ്യത്തെ പടി എന്നുള്ളത് ഇങ്ങനെ സമൂഹത്തിൽ നിലനിൽക്കുന്ന വാർപ്പ് മാതൃകകളെ ചോദ്യം ചെയ്യുക എന്നുള്ളതാണ്. And that must start with the syllabuses in schools. What are we teaching our children in schools? What are the textbooks we are teaching our children in schools? This is an extremely important aspect of gender literacy. How we smash the stereotypes right from the first class of school, where boys and girls and their roles are depicted in very narrow ways. ഇതിൻ്റെ തുടക്കം സ്കൂൾ വിദ്യാഭ്യാസത്തിൽ നിന്ന് വേണം. സ്കൂളിലെ സിലബസിൽ പാഠ്യപുസ്തകങ്ങളിൽ എങ്ങനെയാണ് ഈ സ്റ്റീരിയോ ടൈപ്പുകളെ ചോദ്യം ചെയ്യുക എന്നുള്ളത് ഇതിൻ്റെ ആദ്യ പടിയായിരിക്കണം. 1-ാം ക്ലാസ്സിൽ ചേരുന്ന ആൺകുട്ടിയും പെൺകുട്ടിയും അവർക്ക് നിശ്ചയിക്കപ്പെട്ട റോളുകൾ എന്താണ് എന്നുള്ളത് അതിനെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള ഒരു വിദ്യാഭ്യാസമായിരിക്കണം ഈ വാർപ്പ് മാതൃകയെ ചോദ്യം ചെയ്യുന്നതിലേക്ക് ഉള്ള ആദ്യപടി. Now the new education policy brought by the BJP government, it does have a chapter about gender inclusion. BJP സർക്കാർ കൊണ്ടുവന്നിരിക്കുന്ന പുതിയ വിദ്യാഭ്യാസ പദ്ധതി 2020 അതിൽ ലിംഗ ഇൻക്ലൂഷൻ ലിംഗനീതി ഉൾച്ചേർക്കൽ ജെൻഡർ ഇൻക്ലൂഷൻ എന്നുള്ള ഒരു വിഭാഗം കൂടിയുണ്ട്. I mean, to make it simpler, it includes this issue of how women and men are to be viewed. But if you look at their culture, the culture being promoted by these extreme forces using religious tradition to determine cultures, there you will find a conflict and a contradiction between gender inclusion and what we understand by gender inclusion. എങ്ങനെയാണ് സ്ത്രീകളും പുരുഷനും തുല്യമായി പെരുമാറുന്നത് എന്നുള്ളതാണ് അത് സ്വാഭാവികമായും അതിൻ്റെ അർത്ഥമുണ്ടാകേണ്ടത്, ജെൻഡർ ഇൻക്ലൂഷൻ എന്നുള്ളത്. എന്നാൽ ഇന്ന് ഭരണവർഗത്തിൽ ഇരിക്കുന്ന മതപാരമ്പര്യങ്ങളെ പ്രൊമോട്ട് ചെയ്യുന്ന, അവയെ പ്രോത്സാഹിപ്പിക്കുന്ന അവരുടെ സംസ്കാരം എന്നുള്ളതിൻ്റെ നിർവചനം അങ്ങനെയല്ല. അത് ഈ തമ്മിലുള്ള കോൺഫ്ലിക്റ്റുകളും തമ്മിലുള്ള ഏറ്റുമുട്ടലുകളുടേതായിട്ടുള്ള സമരങ്ങളുടേതുമായിട്ടുള്ള ഒരു തലത്തിലാണ് അവർ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. I mean, what did the RSS chief Mohan Bhagwat say? He said women's main role as a homemaker, as a mother, to look after her children, to give sanskar to the children. And if a woman is out working, she is not performing her role as a woman. RSS മേധാവിയായിട്ടുള്ള മോഹൻ ഭാഗവത് എന്താണ് പറഞ്ഞത്? സ്ത്രീകളുടെ ഒരേ ഒരു കടമ അവരുടെ കുട്ടികളെ നോക്കുകയും അവർക്ക് ശരിയായ സംസ്കാരം കൊടുക്കുക എന്നുള്ളതാണ്. അത് ചെയ്യാത്തവർ സ്ത്രീകളുടെ എന്നുള്ള നിലയിൽ അവരുടെ റോൾ നിർവഹിക്കുന്നില്ല എന്നുള്ളതാണ് RSS മേധാവി പറഞ്ഞത്. So, inclusion can be many things. You can say inclusion, teach in a textbook how a woman should cook. That's also inclusion. You're including women. So the question is, are our textbooks for children challenging the stereotypes which our so-called tradition and custom prevails? ഉൾച്ചേർക്കുക എന്നുള്ളത് കൊണ്ട് എന്തും ചെയ്യാം. ഭക്ഷണം പാചകം ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്നുള്ളതും ഒരു ഉൾച്ചേർക്കലാണ്. എന്നാൽ നമ്മുടെ പുസ്തകങ്ങൾ നിലവിലുള്ള വാർപ്പ് മാതൃകകളെ ചോദ്യം ചെയ്തുകൊണ്ട് എങ്ങനെയാണ് ഒരു സമൂഹം ഉണ്ടാകേണ്ടത് എന്നുള്ളത് പറയുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. Then another question is, in India we have gender studies centers. After so many struggles of women's movements, there are approximately 159 gender studies centers across India. നമ്മുടെ നാട്ടിൽ ഒരുപാട് ലിംഗപദവി പഠന കേന്ദ്രങ്ങളുണ്ട്. ഇന്ന് വിവിധ സമരങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ പഠനങ്ങൾ തന്നെ ആരംഭിച്ചത്. ഇന്ന് ഇന്ത്യ ഒട്ടാകെ 159 സ്ത്രീ പദവി പഠന അല്ലെങ്കിൽ ലിംഗപദവി പഠന കേന്ദ്രങ്ങൾ നിലവിലുണ്ട്. However, these centers require funding. When the first BJP government was established,
Murli Manohar Joshi was the education minister at that time. He said, why do you need gender centers? You should have family centers. Why separate men and women and gender relations? Teach women how to run their families. So one move was made to change gender centers into family centers. We fought against that. That did not happen. The gender centers still exist, but there is no money for them. UGC is not giving any money which is required to run the gender centers. ഈ ലിംഗപദവി പഠന കേന്ദ്രങ്ങൾ അവർക്ക് അവ നടത്തിക്കൊണ്ടുപോകാൻ ഫണ്ട് ആവശ്യമുണ്ട്. എന്നാൽ ഇതിനു മുമ്പും ഈ ഫണ്ട് ആവശ്യപ്പെട്ട് ചെല്ലുമ്പോൾ മുരളി മനോഹർ ജോഷി കേന്ദ്രത്തിൽ മാനവവിഭവശേഷി മന്ത്രിയായിരിക്കുന്ന സമയത്ത് അദ്ദേഹം ചോദിച്ചത് എന്തിനാണ് ഇങ്ങനെ ഒരു പ്രത്യേക ലിംഗപദവി പഠനം, ഒരു ഫാമിലി അല്ലെങ്കിൽ ഒരു കുടുംബ കേന്ദ്രം പോരെ, സ്ത്രീകൾ എങ്ങനെയാണ് ഒരു കുടുംബം നടത്തിപ്പോകുന്നതെന്ന് അവർക്ക് പഠിപ്പിച്ചാൽ മതിയല്ലോ എന്ന്. എന്നാൽ അത് അങ്ങനെ നടത്താതിരിക്കാൻ വേണ്ടി സ്ത്രീ പ്രസ്ഥാനങ്ങൾ സമരം ചെയ്യുകയും അതിൻ്റെ ഈ ലിംഗപദവി പഠന കേന്ദ്രങ്ങളെ അകത്ത് നിലനിർത്താൻ തയ്യാറായിട്ടുണ്ട്. എന്നാൽ അവ നടത്തിക്കൊണ്ടുവരാനുള്ള ഫണ്ട് ഇപ്പോൾ ലഭ്യമല്ല. UGC അവയ്ക്ക് ഫണ്ട് ലഭ്യമാക്കുന്നത് നിർത്തിയിരിക്കുകയാണ്. And within that, the way a Dalit woman is viewed, the way an Adivasi woman is viewed, entirely imbued with a casteist sense, those are stereotypes which we have to challenge and break. ഇവിടെയെല്ലാം ദളിത് സ്ത്രീയെ അതല്ലെങ്കിൽ ആദിവാസി സ്ത്രീ അങ്ങനെ ജാതിയുടെയും മറ്റ് സാമൂഹ്യ പദവികളുടെ അടിസ്ഥാനത്തിൽ എങ്ങനെയാണ് ഈ സ്ത്രീകളെ അതിനുള്ളിൽ തന്നെ വിവേചനം അനുഭവിക്കുന്നത് എന്നുള്ളതും നമുക്ക് കാണേണ്ടതുണ്ട്. അങ്ങനെയുള്ള സ്റ്റീരിയോ ടൈപ്പുകളെയും നമുക്ക് ചോദ്യം ചെയ്യേണ്ടതുണ്ട്. And unfortunately, my dear friends, these views, and what I would say is gender illiteracy, starts often from the very top. ഈ കാഴ്ചപ്പാടുകൾ നമ്മൾ എങ്ങനെയാണ് മുന്നോട്ട് വയ്ക്കുന്നത്? ഈ സാക്ഷരതയിലെ ലിംഗപദവി ജെൻഡർ അത് Illiteracy starts from the top. അതിലെ ഉള്ള നിരക്ഷരത, ലിംഗപദവിയിലുള്ള നിരക്ഷരത അത് ഏറ്റവും മുകളിൽ നിന്നാണ് തുടങ്ങുന്നത്. You have Sakshar. What is the opposite of Sakshar? നിരക്ഷര. Huh? നിരക്ഷര. Niraksha. So that Niraksha, that is starting from the top. Gender Niraksha, Ling Niraksha is starting from the top. Okay, you got that point. Now, for example, you look at Parliament and you look at the kind of comments made by some of our top leaders. ഈ ജെൻഡറിനെ കുറിച്ചുള്ള നിരക്ഷരത ഏറ്റവും മുകളിലാണ് ഏറ്റവും അധികം ഉള്ളത്. അത് നമുക്ക് കാണാം പാർലമെൻറ്റിൽ എങ്ങനെയാണ് നമ്മുടെ പല നേതാക്കന്മാരും പ്രസംഗിക്കാറ്, എങ്ങനെയാണ് അവർ പെരുമാറാറ് എന്നുള്ളത്. In describing a victim of rape, you remember the Nirbhaya case in Delhi in 2012. One top BJP leader who now holds a minister's position in Madhya Pradesh, he's a top RSS leader also. He said, just like Sita was punished when she crossed the Lakshman Rekha and went after the golden deer, if a woman does not remain within her sanskar, then she may face rape. ബലാത്കാരത്തിനെതിരായ ഒരു സ്ത്രീ, നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും ഡൽഹിയിലെ നിർഭയ കേസ്. അന്ന് BJPയുടെ ഒരു നേതാവ്, ഇന്ന് അദ്ദേഹം മധ്യപ്രദേശിലെ ഒരു മന്ത്രി കൂടിയാണ്, ഒരു RSS നേതാവുമാണ്. അദ്ദേഹം പറഞ്ഞത് സീതയ്ക്ക് എങ്ങനെയാണ് ശിക്ഷ കിട്ടിയത്, അവരുടെ ലക്ഷ്മണ രേഖ മറികടക്കാൻ വേണ്ടി പോയതുകൊണ്ട്, അതുപോലെ ഒരു സ്ത്രീ അവരുടെ സംസ്കാരത്തിൽ നിന്നും പുറത്തു കടന്നാൽ അവർക്ക് ഇതുപോലെയുള്ള ശിക്ഷ അനുഭവിക്കേണ്ടി വരുമെന്നുള്ളതാണ്. We have seen how victims of rape are shamed. What were the clothes she was wearing? Who was the man she was wandering with? Why was she not at home? Why was she working outside at night? The victim being
blamed and shamed is very much part of gender illiteracy and gender misogyny. നമുക്കെല്ലാം അറിയാം, വിവിധ സ്ഥലങ്ങളിൽ ബലാത്കാരത്തിനിടയാകുന്ന അതിൽ ഇരകളെ എങ്ങനെയാണ് സമൂഹം ചോദ്യം ചെയ്യുന്നത്. എന്ത് വസ്ത്രമായിരുന്നു അവർ ധരിച്ചിരുന്നത്, അവരാരുടെ കൂടെയായിരുന്നു ഉണ്ടായിരുന്നത്, അവരെന്തുകൊണ്ട് വീട്ടിലുണ്ടായിരുന്നില്ല, രാത്രി എവിടെ പോയിരുന്നു. അങ്ങനെ ഇരയെ വീണ്ടും അക്രമത്തിന് ഇരയാക്കുകയും അവരെ തന്നെ ചോദ്യം ചെയ്യുകയും ചെയ്യുന്ന ഒരു സംസ്കാരമാണ് നിലനിലുള്ളത്. So my first suggestion in this seminar is we should suggest to the Speaker of Parliament and to the speakers of all state assemblies in the training programs for MPs and MLAs, first have a class on gender literacy for the leaders who are elected of India. എൻ്റെ ഒന്നാമത്തെ നിർദ്ദേശം ലോക്സഭാ സ്പീക്കറോടും അതുപോലെ തന്നെ എല്ലാ രാജ്യത്തെ അസംബ്ലികളിലുള്ള സ്പീക്കർമാരോടും MLA-മാർക്കും MP-മാർക്കുമുള്ള ട്രെയിനിങ്ങിൽ ഏറ്റവും ആദ്യം കൊടുക്കേണ്ടത് ജെൻഡർ സാക്ഷരതയാണ്. അത് അതിൽ ഉൾച്ചേർക്കുകയാണ് വേണ്ടത്. You're feeling very... The second point is our judges, our judiciary. Now, my dear sisters, last week in Chhattisgarh, a senior judge of the Chhattisgarh High Court, he was looking at a case where a woman died because of sexual brutal assault by her husband. And the woman gave a dying declaration that what my husband did to me, she described it, what he did to her. She said, it is those injuries which made me ill and which have led to my death. രണ്ടാമത്തെ നിർദ്ദേശം ജഡ്ജിമാർക്ക്. ഈ അടുത്ത ദിവസം ഛത്തീസ്ഗഡിലെ ഹൈക്കോടതിയിലെ ഒരു ജഡ്ജി, അവിടെ ഒരു കേസുണ്ടായി. അതൊരു സ്ത്രീ ലൈംഗിക പീഡനത്തിനിരയായി, ഭർത്താവിൽ നിന്ന് ലൈംഗിക പീഡനത്തിനിരയായി മരിച്ചു. അവർ അവരുടെ മരണമൊഴിയിൽ എന്താണ് അവരുടെ ഭർത്താവ് അവരോട് ചെയ്തിരുന്നതെന്ന് വിവരിച്ചു. ആ മരണമൊഴിയിൽ അവർ പറഞ്ഞു എങ്ങനെയാണ് പ്രകൃതി വിരുദ്ധമായിട്ടടക്കം പീഡിപ്പിച്ച് അത് അവരുടെ മരണത്തിന് ഇടയാക്കി എന്നുള്ളത് മരണമൊഴിയിൽ അവർ വിവരിച്ചിരുന്നു. And what did the judge say? The judge said, a husband can do what he wants with his wife. In our law, if a man can show a marriage registration certificate, then whatever he does with his wife, the most violent sexual violence on his wife, the judge said, this is allowed in the law. ജഡ്ജ് എന്താണ് പറഞ്ഞത്? ഭർത്താവിന് ഭാര്യയോട് എന്ത് ചെയ്യാനുള്ള അവകാശമുണ്ട്. ഭർത്താവിന് ഏറ്റവും നീചമായിട്ടുള്ള ലൈംഗിക കുറ്റകൃത്യം ഭാര്യയോട് ചെയ്യാൻ അവരുടെ മരണത്തിനടക്കം ഇടയാക്കുന്നത്. എന്നാൽ അവരൊരു മാര്യേജ് സർട്ടിഫിക്കറ്റ്, വിവാഹ സർട്ടിഫിക്കറ്റ് കാണിച്ചാൽ അത് ഒരു കുറ്റകൃത്യമാകില്ല എന്നുള്ളതാണ് ഇന്ന് നിലനിൽക്കുന്ന നമ്മുടെ നിയമം. Does it not mean that women are the property of men? Yes. ഇതിന്റെ അർത്ഥം എന്താണ്? സ്ത്രീകൾ പുരുഷന്മാരുടെ സ്വകാര്യ സ്വത്താണോ? Then what is the use of the Constitution of India? ഈ രാജ്യത്തെ ഭരണഘടനയെ കൊണ്ട് എന്താണ് പ്രയോജനം? The Constitution says we are equal. ഈ രാജ്യത്തെ ഭരണഘടന നമ്മൾ തുല്യരാണെന്നാണ് പറയുന്നത്. But if the men show he has gone round 7 times round the fire, then he can do what he wants with our bodies because he becomes the owner of the body. ഒരു പുരുഷൻ 7 പ്രാവശ്യം അഗ്നിക്ക് വലം വെച്ചാൽ അവർക്ക് എന്തു വേണം ചെയ്യാം. എന്തുകൊണ്ടെന്നാൽ അത് അദ്ദേഹത്തെ അവരുടെ ഒരു സ്വകാര്യ സ്വത്തായി ആ സ്ത്രീ മാറും. ഇതാണോ നിയമം? That is one example of the judiciary. ഇതൊരു ഉദാഹരണം മാത്രമാണ്. What about what happened in the Supreme Court again only last week?
ഇതൊരു ഉദാഹരണം മാത്രം. എന്താണ് കഴിഞ്ഞ ആഴ്ച സുപ്രീം കോടതിയിൽ നടന്നത്? A judge was talking about homeless people. ഒരു ജഡ്ജി വീടില്ലാത്ത ജനങ്ങളെ കുറിച്ചിട്ട് സംസാരിക്കുകയായിരുന്നു. And in the course of that, he spoke about so-called freebies. അതിനിടയിൽ അദ്ദേഹം ഈ വീടിൽ കിടപ്പാടമില്ലാത്തവരെ കുറിച്ച് സംസാരിക്കുന്നതിനിടയിൽ അദ്ദേഹം ഈ വെറുതെ കൊടുക്കുന്ന ദാനങ്ങളെ കുറിച്ചിട്ട് സംസാരിച്ചു. And he said that women, what are these women? Women don't like to work because they are getting 1,000 or 1,500 rupees a month. അദ്ദേഹം പറഞ്ഞു സ്ത്രീകൾ പണിയെടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. എന്തുകൊണ്ടെന്നാൽ ഗവൺമെന്റുകൾ 1,000-1,500 രൂപ കൊടുക്കുന്നത് കൊണ്ട്. This is the Supreme Court of India. ഇതാണ് നമ്മുടെ സുപ്രീം കോടതി പറയുന്നത്. He does not know that according to this government's assessment, the unpaid domestic care work that women do every year is worth 22 lakh crore rupees. ഈ ജഡ്ജിക്ക് അറിയില്ല ഇന്ന് ഇന്ത്യയിലെ തൊഴിലില്ലാത്ത സ്ത്രീകൾ കൂലിയില്ല എടുക്കുന്ന അധ്വാനത്തിന്റെ വില 22 ലക്ഷം കോടി രൂപയാണ് ഒരു വർഷം. Women are working from morning till night. സ്ത്രീകൾ രാപ്പകൽ അധ്വാനിക്കുകയാണ്. And particularly poor women. പ്രത്യേകിച്ചും പാവപ്പെട്ട സ്ത്രീകൾ. Which poor woman can afford not to work? ഏത് സ്ത്രീകൾക്കാണ് പണിയെടുക്കാതിരിക്കാൻ കഴിയുക? And then you are saying that women don't work because they are getting 1,000 rupees a month. എന്നിട്ട് ജഡ്ജിമാർ പറയുകയാണ് 1000 രൂപ കിട്ടുന്നത് കൊണ്ട് സ്ത്രീകൾ ഒരു പണിയും എടുക്കാൻ താല്പര്യപ്പെടുന്നു. I say such comments display acute gender illiteracy. ഇങ്ങനെയുള്ള കമന്റുകൾ അത് ഈ ജെൻഡർ നിരക്ഷരതയാണ് വെളിപ്പെടുത്തുന്നത്. So from this seminar we should make another recommendation, that is for all judges of the courts at every level in India. They should undergo general gender literacy training to become more sensitive to the needs of the women of India. ഈ സെമിനാറിൽ നിന്ന് നമ്മൾ ഒരു നിർദ്ദേശം കൂടി മുമ്പോട്ട് വയ്ക്കേണ്ടത്, ഇന്ത്യയിലുള്ള എല്ലാ ജഡ്ജിമാരെയും അവരുടെ ട്രെയിനിങ്ങിൽ ഏറ്റവും നിർബന്ധമായും ഈ ജെൻഡർ ലിറ്ററസിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ട്രെയിനിങ് നിർബന്ധമായി കൊടുക്കേണ്ടതാണ്. My dear friends, here in Kerala, I was extremely happy to know that the State Women's Commission, under the leadership of P. Sati Devi, has worked out a list of language that is to be used by the media. കേരളത്തിൽ വന്നതിൽ വളരെ സന്തോഷമുണ്ട് ഒരു കാര്യം അറിഞ്ഞതിൽ. സതീദേവിയുടെ നേതൃത്വത്തിലുള്ള വനിതാ കമ്മീഷൻ ഈ സ്ത്രീ പദവിയെ കുറിച്ചിട്ടുള്ള ഉപയോഗിക്കേണ്ടാത്ത വാക്കുകളുടെ ഒരു ലിസ്റ്റ് പുറത്തിറക്കിയിരിക്കുന്നു. What is the language that the media uses for women? ഏതാണ് സ്ത്രീകളെ കുറിച്ചിട്ട് ഉപയോഗിക്കേണ്ട വാക്കുകൾ? There's a list of the words that should not be used. ഇവരെ ഉപയോഗിച്ചു വരുന്ന ഒരു വാക്കുകളുടെ ഒരു ലിസ്റ്റ് തന്നെ പുറത്തിറക്കിയിരിക്കുന്നു. This is the first state which has worked out a gender sensitive language code. ഇത് ആദ്യമായി വെച്ചിട്ടുള്ള ഒരു ചുവടാണ് ഈ എന്താണ് ഒരു ലൈംഗിക സാക്ഷരത എന്നുള്ളതിലേക്ക് ഉള്ള ഒരു ചുവടുവയ്പ്പാണ്. Because language is very important. ഭാഷ വളരെ പ്രാധാന്യമുള്ളതാണ്. When we speak words, they shape opinion. നമ്മൾ സംസാരിക്കുമ്പോൾ അഭിപ്രായം രൂപീകരിക്കപ്പെടുകയാണ് ഉണ്ടാകുന്നത്. In Hindi, all the abuse is using mothers and sisters. In Hindi, all the abusive words is using mothers and sisters. ഹിന്ദിയിൽ എല്ലാ ചീത്തവാക്കുകളും എല്ലാ തെറികളും അമ്മയെ പറ്റിയിട്ടുള്ള ചേർത്തിട്ടാണ്, അമ്മയെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളതാണ്. Every abuse is a mother or a sister. ഒന്നുകിൽ അമ്മ അല്ലെങ്കിൽ പെങ്ങൾ, അവരെ ചേർത്തിട്ടുള്ളതാണ് എല്ലാ ചീത്തവാക്കുകളും. Why should we tolerate it? നമ്മൾ എന്തുകൊണ്ടാണത് പറയണം? Why should we tolerate sexist jokes? നമ്മൾ എന്തുകൊണ്ട് അത് സഹിക്കണം? നമ്മൾ എന്തുകൊണ്ട് അങ്ങനെയുള്ള സെക്സിസ്റ്റ് ആയിട്ടുള്ള സ്ത്രീകളുടെ ഉള്ള ലൈംഗിക ചുവയുള്ള Why should we tolerate jokes about wives? ലൈംഗിക ചുവയുള്ള തമാശകൾ നമ്മൾ എന്തിനു സഹിക്കണം? ഭാര്യമാരെ കുറിച്ചിട്ടുള്ള വൃത്തികെട്ട തമാശകൾ നമ്മൾ എന്തിനു സഹിക്കണം? When working women step into a workplace, we have fought for the law and we have got that law.
But why is it that till today, the punishment against those who are breaking the law against sexual harassment at workplace is so negligible? തൊഴിലെടുക്കുന്ന സ്ത്രീകൾ തൊഴിലിടങ്ങളിൽ അനുഭവിക്കുന്ന പീഡനങ്ങൾ, അതിനെതിരെയുള്ള ഒരു നിയമം ഉണ്ടാക്കാൻ വേണ്ടി വളരെയധികം സമരങ്ങൾ ചെയ്തിട്ടാണ് തൊഴിലിടങ്ങളിലെ ലൈംഗിക പീഡനത്തിനുള്ളതിരായ നിയമം ഉണ്ടാക്കിയത്. പക്ഷേ അത് നടപ്പാക്കുന്നത്, അതിനുള്ള കമ്മിറ്റികളെല്ലാം വളരെ വളരെ കുറവാണ്. We as women, we demand dignity in language. We demand a workplace environment which does not use language in the name of humor. And if a woman objects, they will say, "Arey, where's your sense of humor?" നമ്മൾ സ്ത്രീകളെന്നുള്ള നിലയിൽ അന്തസ് ആവശ്യപ്പെടുന്നു. ഒരു സ്ത്രീ തൊഴിലിടങ്ങളിൽ അങ്ങനെയുള്ള വൃത്തികെട്ട തമാശയ്ക്കെതിരെ പ്രതികരിച്ചാൽ അവർ പറയുകയാണ്, നിങ്ങൾക്കൊരു സെൻസ് ഓഫ് ഹ്യൂമർ ഇല്ല ഇത്തരത്തിലുള്ള തമാശകൾ ആസ്വദിക്കാൻ. And unfortunately, the culture is such that even those involved in progressive movements don't find it necessary and important to stop and protest against such cultures. വളരെ ദൗർഭാഗ്യകരമായിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ, പുരോഗമന സംസ്കാരത്തിന് വേണ്ടി നിലകൊള്ളുന്നവർ പോലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടെ തന്നെ പ്രതിഷേധിക്കുകയും അതിനെതിരെ ശബ്ദമുയർത്തുകയും ചെയ്യേണ്ടത് ആവശ്യമാണെന്ന് കരുതാറില്ല. So my dear sisters, Kerala has the highest, the best record of literacy. I hope with your efforts and the efforts of the left, the efforts of the CPIM, Kerala can also become the center for gender illiteracy, against gender stereotyping, illiteracy and misogynist culture. I thank you very much. Inqilab Zindabad, CPIM Zindabad. കേരളം സാക്ഷരതയിൽ മുൻപന്തിയിലാണ്. അതുപോലെ തന്നെ CPM-ൻ്റെയും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെയും നേതൃത്വത്തിൽ കേരളം ജെൻഡർ സാക്ഷരതയിലും ഏറ്റവും മുൻപന്തിയിലേക്ക് എത്തും എന്നുള്ളത് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. അങ്ങനെ പ്രതീക്ഷിക്കുന്നു. ഇൻക്ലാബ് സിന്ദാബാദ്. And thank you so much. Our keynote speaker became my translator. I feel very ashamed about it, but thank you, Sindhu. താങ്ക് യു കോമ്രേഡ് ബൃന്ദാജി. അടുത്തത് സംസാരിക്കുന്നത് CITUവിൻ്റെ ദേശീയ വൈസ് പ്രസിഡന്റ് കൂടിയായിട്ടുള്ള പാർട്ടിയുടെ സെൻട്രൽ കമ്മിറ്റി അംഗം പ്രിയങ്കരിയായിട്ടുള്ള സിന്ധുവിനോട് ഈ വിഷയത്തെ അധികരിച്ച് സംസാരിക്കാൻ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ട സഖാവ് ബൃന്ദ, പ്രിയപ്പെട്ട അധ്യക്ഷ ശ്രീമതി ടീച്ചർ, പ്രിയപ്പെട്ട നേതാക്കളെ, അവർ പ്രിയ സഹോദരി സഹോദരന്മാരെ, സഖാവ് ബൃന്ദ സംസാരിച്ചതുകൊണ്ട് എനിക്ക് പറയാൻ വളരെ എളുപ്പമായി. ഞാൻ ഒരുപാട് നീട്ടി പ്രസംഗിക്കേണ്ട കാര്യമൊന്നുമില്ല. ഒന്ന്, നമ്മൾ സാക്ഷരതയെ സഖാവ് ബൃന്ദ വളരെ കൃത്യമായി പറഞ്ഞു. സാക്ഷരത എന്ന് പറയുന്നതല്ല ജെൻഡർ സാക്ഷരത, അല്ലെങ്കിൽ ജെൻഡർ എന്നുള്ള വാക്ക് തന്നെയാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ജെൻഡർ എന്നുള്ള ഇംഗ്ലീഷ് വാക്കിന് കൃത്യമായി സൂചിപ്പിക്കുന്ന ഒരു മലയാളം വാക്ക് നമ്മൾ ഉപയോഗിക്കാറില്ല. അത് ലിംഗപദവി എന്നും ലിംഗനീതി അങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കുക. ലിംഗപദവി എന്നുള്ളതാണ് ഉപയോഗിക്കാറ്. നമ്മൾ ഇവിടെ CPM-ൻ്റെ സമ്മേളനത്തോടനുബന്ധിച്ചിട്ടുള്ള ഒരു സെമിനാറാണ്. നമ്മളിവിടെ ഒരു സെമിനാർ നടത്തി ആ അഭിപ്രായങ്ങളെല്ലാം പറഞ്ഞു പോകാൻ വേണ്ടിയിട്ട് മാത്രമല്ല,
ഈ സെമിനാറുകൾ നടത്തുന്നത് കേരളത്തിലെ എന്നല്ല ഇന്ത്യയിലെ തന്നെ പുരോഗമന പ്രസ്ഥാനങ്ങളുടെ ദിശ നിർണയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സമ്മേളനങ്ങളാണ് നടക്കാൻ വേണ്ടി പോകുന്നത്. ആ സമ്മേളനങ്ങളിൽ ഇനി ഇന്ത്യയുടെ അല്ലെങ്കിൽ ഇനി കേരളത്തിലെ സമ്മേളനത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൻ്റെ ഭാവി നമ്മുടെ ഭരണത്തിലിരിക്കുന്ന കോർപ്പറേറ്റ് കമ്മ്യൂണൽ നെക്സസ് എന്ന് നമ്മൾ പറയുന്ന കോർപ്പറേറ്റുകളുടെയും കമ്മ്യൂണലിസത്തിൻ്റെ വാക്ക് കിട്ടുന്നില്ല കമ്മ്യൂണലിസത്തിൻ്റെ വാക്ക് കിട്ടുന്നില്ല വർഗീയതയുടെയും ഉപയോഗിക്കാത്തതുകൊണ്ട് മലയാളം വാക്ക് പെട്ടെന്ന് കിട്ടാത്തത് കൊണ്ടാണ്. വർഗീയതയുടെയും കോർപ്പറേറ്റിൻ്റെയും നേതൃത്വത്തിലുള്ള ഈ ഭരണം എങ്ങനെയാണ് ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലെയും നമ്മുടെ ജീവിതത്തെയും നമ്മുടെ ചിന്തകളെ അടക്കം സ്വാധീനിച്ച് നമ്മുടെ പെരുമാറ്റത്തെ അടക്കം സ്വാധീനിക്കുന്നതെന്നും അതിനെ എങ്ങനെ ചെറുത്ത് നിൽക്കണം എന്നുള്ളതിൻ്റെയുമുള്ള ഏറ്റവും വലിയ ഒരു തീരുമാനങ്ങൾ എടുക്കുകയും മുന്നോട്ട് പോവുകയും ചെയ്യേണ്ടതാണ്. അതിൽ തന്നെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഞാൻ കേരളത്തിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഒരാളല്ല. എന്നാൽ കേരളത്തെ ഒന്ന് പുറകോട്ട് നിന്ന് നോക്കിക്കാണുന്ന ഒരാൾ എന്നുള്ള നിലയിൽ ഏറ്റവും അടിയന്തിരമായും ഏറ്റവും പ്രധാനമായും നമ്മൾ അഭിമുഖീകരിക്കുകയും ഇടപെടുകയും ചെയ്യേണ്ട ഒരു വിഷയമാണ് ജെൻഡർ, അതല്ലെങ്കിൽ സ്ത്രീ അല്ലെങ്കിൽ ലിംഗപദവി എന്നുള്ളത്. ഇപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ സഖാവ് ബൃന്ദ ചോദിക്കുകയായിരുന്നു ടീച്ചറിനോട്, ഞങ്ങൾ വണ്ടിയിലിരിക്കുമ്പോൾ സംസാരിക്കുകയായിരുന്നു, എന്താണ് കേരളത്തിൽ സംഭവിക്കുന്നത്, എങ്ങനെയാണ് കോളേജിലെ റാഗിങ്ങിനിടയിൽ എങ്ങനെയാണ് ആ കുട്ടികൾക്ക് അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടാകുന്നത്, എത്ര നികൃഷ്ടമായിട്ടുള്ള പൈശാചികമായിട്ടുള്ള കൃത്യങ്ങൾ ചെയ്യുന്ന ഒരു മാനസികാവസ്ഥ എങ്ങനെ കേരളത്തിൻ്റെ സമൂഹത്തിൽ സൃഷ്ടിക്കപ്പെടും. അത് നമ്മൾ ഇനി വരും നാളുകളിൽ നമ്മൾ ഏറ്റെടുക്കാൻ പോകുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയായിരിക്കും. ആ വെല്ലുവിളികളെ നേരിടണമെങ്കിൽ ഏറ്റവും അടിയന്തരമായി സഖാവ് ബൃന്ദ പറഞ്ഞതുപോലെ വയ്ക്കേണ്ട ആദ്യത്തെ ചുവടുവയ്പ്പാണ് കേരളത്തിലെ ലിംഗസാക്ഷരത. അത് നമുക്ക് വളരെ കൃത്യമായി സ്വയം വിമർശനപരമായി നമ്മൾ 100% ലിറ്ററസി ഉള്ളവരാണ്. നമ്മൾ ഏറ്റവും അഭിമാനത്തോടെ റീലൊക്കെ ഇപ്പോൾ ഒരുപാട് നടക്കുന്നുണ്ട് കേരളം. അതേസമയം നമുക്കറിയാം നമ്മുടെ ഈ സഖാവ് ബൃന്ദ പറഞ്ഞ വാർപ്പ് മാതൃകകൾ, സ്റ്റീരിയോ ടൈപ്പുകൾ, ആ സ്റ്റീരിയോ ടൈപ്പുകളെ ചോദ്യം ചെയ്യുന്നതിൽ ഇന്ത്യയിലും കേരളത്തിലും നമ്മൾ എത്രത്തോളം മുൻകൈ എടുക്കുന്നു. നമുക്കറിയാം നമ്മുടെ പഴഞ്ചൊല്ലുകൾ മുതലുടനെ സഖാവ് ബൃന്ദ പറഞ്ഞത് വടക്കേ ഇന്ത്യയിലാണ് അമ്മയെ പറയുന്നത്. വടക്കേ ഇന്ത്യയിൽ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഇൻ ഓൾ ദ ലാംഗ്വേജസ് ദ ഓൾ അബ്യൂസീവ് തിങ്സ് വിൽ റിലേറ്റ് ടു ദ മദർ. അമ്മയെ പറഞ്ഞിട്ടാണ് എല്ലാ തെറിയും വരിക. നിങ്ങൾ അതുമാത്രമല്ല, നമുക്കിപ്പോൾ അറിയാം, നമ്മളിപ്പോഴും പലപ്പോഴും വിദ്യാഭ്യാസത്തെ കാര്യം പറഞ്ഞു, അല്ലെങ്കിൽ പഴഞ്ചൊല്ലുകളുടെ കാര്യം പറഞ്ഞു. അതല്ല, 4 തല ചേർന്നാലും 4 മുല ചേരില്ല. സ്ത്രീകളെ കുറിച്ചിട്ടുള്ളതാണ്. പെണ്ണും ഇഞ്ചയും ചതച്ചാലേ നന്നാവൂ. ഇതൊക്കെ ഇപ്പോൾ പോലും നമ്മുടെ വ്യവഹാരങ്ങളിലും നമ്മുടെ സംഭാഷണങ്ങളിലും നമ്മൾക്കും കടന്നു വരുന്നുണ്ട്. അതേപോലെ തന്നെയാണ് സ്കൂളിൽ ഇതൊക്കെ. ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ ഈ 1ലും 2ലും ഒക്കെ പഠിക്കുമ്പോൾ ഉണ്ടായിരുന്നു, ചേട്ടൻ ചെടി നട്ടു, ചേട്ടത്തി വളമിട്ടു, ചെടി പൂത്തു തഴച്ചു, ചേട്ടത്തി പൂ പറിച്ചു മാല കെട്ടി. അതുപോലെ ആരാണ് ഭക്ഷണം ഉണ്ടാക്കുന്നത്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും നിർവചിക്കപ്പെട്ട റോളുകൾ ഓരോരുത്തർക്കും വേണ്ടി തീരുമാനിക്കുകയും അതിനെ ഊട്ടി ഉറപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പാഠ്യക്രമങ്ങളായാലും അതിൻ്റെ സംസ്കാരങ്ങളായാലും, അത് കല്യാണത്തിന് പോകുമ്പം വിധവയായ അമ്മയാണെങ്കിൽ മകൻ്റെ കല്യാണത്തിന് പോലും പങ്കെടുക്കാൻ വേണ്ടി കഴിയില്ല. ഇപ്പോഴും നമ്മളൊക്കെ പരോഗമനം പറയുന്നതിൽ പോലും പ്രാക്ടീസ് ചെയ്യുന്ന പല കാര്യങ്ങളുമാണിതൊക്കെ. അപ്പോൾ അങ്ങനെയുള്ള എല്ലാ വാർപ്പ് മാതൃകകളിലും സ്ത്രീകൾക്കുള്ള അല്ലെങ്കിൽ സ്ത്രീകൾക്ക് ഈ സമൂഹത്തിലുള്ള പദവിയെ അവരെ മാറ്റി നിർത്തുകയും അവരെ കൃത്യമായും ഒരു 2ാം തരം പൗരനായി നിലനിർത്തുകയും ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സിസ്റ്റം അല്ലെങ്കിൽ ഒരു സംസ്കാരത്തെ ആണ് തുടർന്നു വന്നിരുന്നത്. അതിനെ ചോദ്യം ചെയ്യുക എന്നുള്ളതാണ് ഇടതുപക്ഷത്തിൻ്റെയും പ്രത്യേകിച്ച് സ്ത്രീ പ്രസ്ഥാനങ്ങളുടെയും വർഗപ്രസ്ഥാനങ്ങളുടെയും ഒക്കെ ഏറ്റവും വലിയ മുമ്പിലുള്ള ചുമതല. അവിടെ ഇത് പറയുമ്പോൾ
ഈ കാര്യങ്ങൾ ഇത് ചെയ്യാൻ നമുക്ക് കുറെ കൂടെ ബുദ്ധിമുട്ടാകുന്ന ഒരു സാഹചര്യം കൂടിയാണുള്ളത്. അതിൻ്റെ കാരണം ഇതിപ്പം നമ്മൾ ഇങ്ങനെ സ്വാഭാവികമായി നടന്നു പോകുന്ന ഒരു കാര്യം, അതിനെ നമ്മൾ ചോദ്യം ചെയ്യുന്നു, അതിനെ ഏറ്റുമുട്ടുന്നു, അങ്ങനെ അതിനെ ചലഞ്ച് ചെയ്യുക അല്ലെങ്കിൽ അവരുടെ ഒരു സംവാദം ഉണ്ടാകുക എന്നുള്ള ഒരു പ്രതീതിയിൽ നിന്നും മാറി ഈ സമൂഹത്തിൽ വളരെ കൃത്യമായും നിർവചിക്കപ്പെട്ട കാര്യങ്ങൾ വിവിധ തലങ്ങളിൽ ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കുകയാണ്. ഈ കുംഭമേളയിലെ കാര്യം പറഞ്ഞു, കുംഭമേളയിലെ കുംഭമേളയിലെ മൊണാലിസയേക്കാൾ കൂടുതൽ കുംഭമേള എന്നുള്ള ഒരു ഉത്സവം കേരളത്തിൽ നിന്ന് തന്നെ എത്രയോ ആളുകൾ പോയിട്ടുണ്ട്, പങ്കെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഓരോ ഉത്സവങ്ങളും പെരുമാറുകളും ഒക്കെ ഇതിനു മുമ്പ് ആചരിക്കുന്നില്ലാത്ത എല്ലാ മതത്തിലും പെട്ടാവും. അങ്ങനെയുള്ള ആചാരങ്ങളെല്ലാം ഇപ്പോൾ കൂടി വരികയാണ്. അതെല്ലാം കൃത്യമായിട്ടും ഉന്നം വയ്ക്കുന്നത് സ്ത്രീകളെയാണ്. സ്ത്രീകൾക്കായിട്ട് കൃത്യമായിട്ടും ഓരോ ദിവസങ്ങളും തീരുമാനിച്ചിരിക്കുകയാണ്. നേരത്തെ ഉണ്ടായിരുന്ന നിർത്തിവെച്ചപ്പെട്ട വ്രതങ്ങൾ, സോമവാര വ്രതം പോലെയുള്ള വ്രതങ്ങളടക്കം അതെല്ലാം തിരിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്ത്രീകളുടേതായിട്ടുള്ള വാർപ്പ് മാതൃകകളെ ചലഞ്ച് ചെയ്യുക അല്ലെങ്കിൽ എതിർത്ത് തോൽപ്പിക്കുക എന്നുള്ളതിനപ്പുറത്ത് അത് കൂടുതൽ പണ്ട് ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ കൂടുതലും കൂടി ഇതിനകത്തേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. അതിനെക്കുറിച്ചുള്ള വിശദീകരിക്കുകയും ഉദാഹരണങ്ങളും ഒക്കെ തന്നു കഴിഞ്ഞാൽ ഒരുപാട് നീട്ടിക്കൊണ്ടുപോകാൻ പറ്റും. എൻ്റെ 2 പോയിന്റുകൾ ഒരിക്കൽ നിരീക്ഷണത്തിൽ വന്നിട്ടുള്ളത്, ഒന്ന്, നമുക്ക് ഇതിനെക്കുറിച്ചിട്ടൊക്കെയുള്ള ഒരു ആശയപരമായിട്ടുള്ള ധാരണ എന്താണ് ഈ സ്ത്രീലിംഗ പദവിയുടെ അടിസ്ഥാനം, അതല്ലെങ്കിൽ ജെൻഡറിൻ്റെ, സ്ത്രീ എന്ന് പറയുന്ന വാക്കുകൾ തന്നെ മാറ്റുകയും ട്രാൻസ്ജെൻഡർ അടക്കം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഞാൻ ആ വാക്ക് ഉപയോഗിക്കുന്നത്. അങ്ങനെയുള്ള അതിനെ ഈ 2ാം കിട പൗരന്മാരാക്കി നിലനിർത്തുക എന്നുള്ളതിൻ്റെ അടിസ്ഥാനം എന്താണ്? ആ അടിസ്ഥാനം ഒരു കാലത്തെ ഇടതുപക്ഷത്തെ നേരിട്ടുള്ള ഏറ്റവും വലിയ വിമർശനം എന്ന് പറയുന്നത്, ഇടതുപക്ഷം എപ്പോൾ വർഗം മാത്രമേ സംസാരിക്കുകയുള്ളൂ, വർഗ ചൂഷണത്തെക്കുറിച്ച്. മറ്റ് സാമൂഹ്യ ജാതി ആയാലും അല്ലെങ്കിൽ ലിംഗപദവി ആയാലും ഇതൊന്നും കാണാറില്ല എന്നുള്ളതായിരുന്നു ഏറ്റവും വലിയ വിമർശനം. അതുകൊണ്ട് തന്നെ ലിംഗനീതി പ്രസ്ഥാനങ്ങൾ, അതുപോലെ തന്നെ ജാതി വിഷയങ്ങൾ എടുക്കുന്ന പ്രസ്ഥാനങ്ങളൊക്കെ ഒരുപാടുണ്ട്. അവരുടെ എല്ലാം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിമർശനവും ഇത് തന്നെയായിരുന്നു, നിങ്ങൾ എപ്പോഴും ഈ വർഗചൂഷണത്തെക്കുറിച്ച് മാത്രമേ സംസാരിക്കുന്നുള്ളൂ. എന്നാൽ നമുക്കിപ്പോൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായി കാണാൻ വേണ്ടി കഴിയുന്നത്, അടിസ്ഥാനപരമായ വിഷയങ്ങളിലുള്ള ചർച്ചകളും അതിലേക്കുള്ള ശ്രദ്ധ തിരിച്ചുവിട്ടുകൊണ്ടുള്ള ആഴത്തിലുള്ള പഠനങ്ങളും വസ്തുതകളെ മനസ്സിലാക്കിക്കൊണ്ടുള്ള ഇടപെടലുകളും ഇതിൽ വളരെ കുറഞ്ഞു വരുന്നു എന്നുള്ളതാണ്. ഉദാഹരണത്തിന്, തൊഴിലെടുക്കുന്നവരെ കുറിച്ചിട്ട് സഖാവ് ബൃന്ദ പറഞ്ഞു, തൊഴിൽ പങ്കാളിത്തം. ഇന്ത്യയിലെ സ്ത്രീകളുടെ തൊഴിൽ പങ്കാളിത്തത്തിലേക്കാളും ആവറേജ് ശരാശരിയിലും താഴെയാണ് കേരളത്തിലെ സ്ത്രീകളുടെ തൊഴിൽ പങ്കാളിത്തം. ഇപ്പം അടുത്ത കാലത്തായിട്ട് നമ്മുടെ ഗവൺമെൻറ് വളരെ മെനക്കെട്ടിട്ട് അത് കുറച്ചുകൂടി കൂട്ടിയൊക്കെ കൊണ്ടുവരുന്നുണ്ട്. അതിൻ്റെ അർത്ഥം എന്താണ്? സ്ത്രീകളുടെ തൊഴിൽ പങ്കാളിത്തം എന്ന് പറഞ്ഞാൽ കൂലി കിട്ടുന്ന ജോലി എടുക്കുന്നവരുടെയാണ് കണക്ക് വരിക. കൂലിയില്ലാത്ത പണിയെടുക്കുന്നവരുടെ കണക്ക് വരില്ല. അപ്പോൾ ഈ കൂലിയില്ലാത്ത അധ്വാനത്തിൻ്റെ കണക്കാണ് ഒരു ആസ്പെക്റ്റ്. അതാണ് സഖാവ് ബൃന്ദ പറഞ്ഞത്. റിസർവ് ബാങ്കിൻ്റെ പഠനത്തിൽ നിന്ന് പറഞ്ഞത്, 1 വർഷം ഇന്ത്യയിൽ മാത്രമുള്ള സ്ത്രീകൾ എടുക്കുന്ന കൂലിയില്ലാത്ത അധ്വാനം 22 ലക്ഷം കോടി രൂപയുടേതാണ്. പണ്ടൊന്നും ഇതിന് കണക്കില്ലായിരുന്നു. ഈ കണക്ക് വയ്ക്കണം എന്നുള്ളത് തന്നെ നമ്മുടെയൊക്കെ ആവശ്യങ്ങളിൽ നിന്ന് ഉയർന്നു വരികയും അങ്ങനെയാണ് അതിൻ്റെയൊക്കെ കണക്ക് പോലും വരുന്നത്. ആവറേജ് ഒരു ഇന്ത്യൻ സ്ത്രീ, ഞാനൊക്കെ അടക്കമുള്ളവർ 6 മണിക്കൂർ കൂലിയില്ലാത്ത അധ്വാനം നടത്തുന്നു എന്നുള്ളതാണ് കണക്ക്. 6 മണിക്കൂർ ദിവസം കൂലിയില്ലാത്ത അധ്വാനം ഞാനും നിങ്ങളും എല്ലാം ചെയ്യുന്നുണ്ട്. കൂലിയുള്ള അധ്വാനത്തിൽ കൂടാതെയാണ് ഇത്. അപ്പം ഈ അധ്വാനത്തിനകത്ത് വരുമ്പോൾ അപ്പം അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മളുടെ മുദ്രാവാക്യങ്ങൾ, നമ്മുടെ ഡിമാൻഡുകൾ, ആവശ്യങ്ങൾ, അതിനുവേണ്ടിയുള്ള സമരങ്ങൾ, ഇതൊക്കെ നമ്മൾ നിർണ്ണയിക്കുന്നത് ഈ വസ്തുതകളുടെ അടിസ്ഥാനത്തിലാവണ്ടേ? എന്താണ് നമ്മൾ മുന്നോട്ട് വയ്ക്കേണ്ട മുദ്രാവാക്യങ്ങൾ, എന്താണ് നമ്മൾ മുന്നോട്ട് വയ്ക്കേണ്ട ഡിമാൻഡുകൾ? ഇതൊക്കെ ഈ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ ആഴത്തിൽ പഠിച്ചതിന് ശേഷം അങ്ങനെ അതിൻ്റെ അടിസ്ഥാന പ്രശ്നങ്ങളിൽ ഇടപെടുക എന്നുള്ള ഒരു പ്രാക്ടീസ് നേരത്തെ നമുക്കുണ്ടായിരുന്നത്, അത് ഉപരിപ്ലവമായിട്ടുള്ള ഉപരിപ്ലവം എന്ന് പറയാൻ കഴിയില്ല, അത് തെറ്റായ ഒരു വാക്കായിരിക്കാം. അതേസമയം നമുക്കെങ്ങനെയാണ് അനുഭവപ്പെടുന്നത്? ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഈ
ഭാഷയുടെ കാര്യം, അതല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, അതൊക്കെ നമ്മൾ ഏറ്റവും, അല്ലെങ്കിൽ ലൈംഗിക പീഡനം, അല്ലെങ്കിൽ സെക്ഷൽ ഹറാസ്മെൻറ്റ് അറ്റ് വർക്ക് പ്ലേസ്, ഈ നമ്മൾ റോഡിലിറങ്ങി ബസ് കയറുമ്പം മുതൽ അല്ലെങ്കിൽ ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോൾ മുതൽ കേൾക്കുന്ന കമൻറ്റുകൾ ആ ദിവസം മുഴുവനും പിന്നെ പോകും. ഒന്ന് മറുപടി പറഞ്ഞാൽ ഇതാവും, മറുപടി പറയാതിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അന്ന് കിടന്നാൽ ഉറക്കം വരില്ല. അപ്പോൾ അതെങ്ങനെയാണ് ഒരു സ്ത്രീയുടെ ആരോഗ്യത്തെയും അവരുടെ മാനസികാവസ്ഥയെ അടക്കം ബാധിക്കുന്നത്. അപ്പോൾ ആ വിഷയങ്ങളെ നമുക്ക് പെട്ടെന്ന് അനുഭവേദ്യമാവും. ആ വിഷയങ്ങളെ നമ്മൾ നേരിടുകയും അതിന് ഫൈറ്റ് ചെയ്യുകയും എല്ലാം ചെയ്യണം. അതേസമയം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ലോകത്തെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷത്തിൻ്റെ വിശകലനത്തിൽ, മാർക്സിയൻ വിശകലനത്തിൽ നമ്മൾ അടിസ്ഥാനപരമായി അഡ്രസ്സ് ചെയ്യേണ്ട ഒരു വസ്തുതയാണ് എങ്ങനെയാണ് സ്ത്രീകളെ പൊതുധാരയിലേക്ക് കൊണ്ടുവരിക, അവരെ പൊതു പ്രവർത്തനങ്ങളിലും അല്ലെങ്കിൽ പൊതു സമൂഹ നിർമ്മാണ പ്രക്രിയയിൽ കൂലി കിട്ടുന്ന അധ്വാന പ്രക്രിയയിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് മാത്രമേ അങ്ങനെ സ്ത്രീകളുടെ പദവിയിലുള്ള ഇടപെടൽ ഫലപ്രദമായി നടക്കാൻ പറ്റൂ എന്നുള്ളതാണ് നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ്. അപ്പോൾ അതിലേക്ക് വേണ്ട പഠനങ്ങളും അതിലേക്ക് കൊണ്ടുവരുവാനുമുള്ള ബോധപൂർവമായ എഫർട്ട്, അത് സർക്കാർ നടത്തുന്ന തൊഴിൽ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള മേളകളല്ല, അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള ഇടപെടൽ മാത്രമല്ല, സാംസ്കാരികമായി ഇതാണ് കൾച്ചർ. നമ്മൾ പറയുമല്ലോ കുലസ്ത്രീ കൾച്ചറിനെ കുറിച്ചിട്ട് നമ്മൾ വിമർശനമായി പറയും. എന്താണത്? സ്ത്രീയുടെ റോള് വീട്ടിലാണ് എന്ന് മോഹൻ ഭഗവത് പറയുമ്പോൾ നമുക്ക് പൊള്ളും, അതല്ല എന്ന് നമുക്കറിയാം. പക്ഷേ നമ്മൾ എന്താണ് ചെയ്യുന്നത്, എന്ത് സംസ്കാരമാണ് നമ്മളുടെ പൊതുബോധത്തിൽ നിലനിൽക്കുന്നത്? സ്ത്രീകൾ ജോലിക്ക് പോകാതിരുന്നാൽ അതൊരു മോശമാണ് എന്നുള്ളൊരു ബോധത്തിലേക്ക് നമുക്ക് കൊണ്ടുവരണ്ടേ? നമ്മൾ പൊതുനിർമ്മിതിയിൽ അല്ലെങ്കിൽ സമൂഹ നിർമ്മാണ പ്രക്രിയയിൽ നമുക്കും പങ്കെടുക്കുവാൻ വേണ്ടി അവകാശമുണ്ട്. അതിൽ കൊണ്ടുവരാൻ കണക്കിൽപ്പെടുന്ന കൂലിയുള്ള പണി കിട്ടാൻ വേണ്ടിയിട്ടുള്ള പൊതുധാരയിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ഒരു അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ചർച്ച നമുക്ക് ഉയർത്തിക്കൊണ്ട് വരണ്ടേ? അത് ഞാൻ പറയുന്നത് തൊഴിൽ ലഭ്യത, തൊഴിലില്ലായ്മയെക്കുറിച്ചിട്ടല്ല. അത് തൊഴിലില്ലായ്മ വരുമ്പോൾ സ്ത്രീകൾക്ക് തൊഴിലില്ലെങ്കിൽ കുഴപ്പമില്ല. ഇപ്പം നമ്മുടെയൊക്കെ കുടുംബത്തിലടക്കമുണ്ട്, ഭാര്യയും ഭർത്താവും രണ്ടുപേരും മെഡിക്കൽ കോളേജിൽ പഠിച്ച് പാസ്സായി വിദേശത്ത് പോയി പഠിച്ച, അപ്പോൾ ഒരു പരീക്ഷയൊക്കെ എഴുതാറുണ്ട്. ഭർത്താവ് പിന്നെ അത് പാസ്സായി ജോലിക്ക് പോയി, ഭാര്യയ്ക്ക് അത് പാസ്സാകാൻ വേണ്ടി പോകണ്ട, കല്യാണം കഴിഞ്ഞുകൊണ്ട് എന്നുവെച്ചാൽ അവൾക്ക് ജോലിയില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പം അതൊരു സമൂഹത്തോട് തന്നെയുള്ള ചെയ്യുന്ന ഒരു ശരിയല്ലാത്ത പൊതു നിർമ്മാണ പ്രവർത്തനത്തിൽ വരേണ്ടതില്ല. അത് ഒന്ന്, ഈ ഒരു ചർച്ചയെ ഉയർത്തിക്കൊണ്ടുവരികയും അതിൽ ഇടപെടുകയും ചെയ്യേണ്ടതുണ്ട്. രണ്ട്, ഈ പറയുന്ന നേരത്തെ പറഞ്ഞ ഈ 22 ലക്ഷം കോടിയുടെ കണക്ക്, അതിന് കണക്ക് വേണ്ടേ? ആ 22 ലക്ഷം കോടി രൂപ ഞാനും നിങ്ങളും ഒക്കെ അധ്വാനിച്ച് ഉണ്ടാക്കുന്ന ആ പണം എവിടെയാണ് കടക്കിപ്പെടുക? അതെങ്ങനെയാണ് നമുക്ക് തിരിച്ചു കിട്ടുക? അതിന് എങ്ങനെയാണ് നമ്മൾ ഇടപെടുക? ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അഭിമാനിക്കുന്ന ഒരു കാര്യമാണ്, കേരളത്തിൽ ഈ ചർച്ചകൾ ഉയർന്നു വരുന്നുണ്ട്. പക്ഷേ അതൊരു പൊതുധാരയിലല്ല, അതൊരു ഉദാഹരണങ്ങൾ എന്നുള്ള നിലയിലാണ്. എന്താണ്? കുടുംബത്തിൽ നടക്കുന്ന അധ്വാനം, ആ അധ്വാനത്തെ എങ്ങനെയാണ് സമൂഹവൽക്കരിക്കുക എന്നുള്ളത്, അത് സമൂഹത്തിൻ്റെ ചുമതലയാണ്. ഇത് ഒരു ഇടതുപക്ഷ അല്ലെങ്കിൽ മാർക്സിയൻ ധാരണ പ്രകാരം ഈ ലാഭമുണ്ടാക്കുന്ന അധ്വാനം ഈ ചരക്ക് ഉൽപ്പാദിപ്പിക്കുന്നതുകൊണ്ടുള്ള അധ്വാനമാണ്. അതേസമയം വീട്ടിനുള്ളിലുള്ള അധ്വാനം എന്ന് പറയുന്നത് പുനരുൽപാദനത്തിൻ്റെ അധ്വാനമാണ്, അടുത്ത തലമുറയെ ഉണ്ടാക്കുവാണ്. അല്ലെങ്കിൽ ഈ തലമുറയിലെ തൊഴിലാളിയെ അവർക്ക് നാളെ അധ്വാനിക്കാൻ വേണ്ടിയിട്ടുള്ള എനർജി കൊടുക്കാനും അവർക്ക് ഭക്ഷണം കൊടുക്കാനും ഒക്കെയുള്ള അധ്വാനമാണ്. അപ്പോൾ ഈ പുനരുദ്ധാനത്തിനുള്ള ഉത്പാദനത്തെ കുറച്ചു കൊണ്ടുവരിക എങ്ങനെയാണ്, അതിന് വിലയുണ്ടാക്കുക എങ്ങനെയാണ്, അതിനെ പൊതു മണ്ഡലങ്ങളിലേക്ക് കൊണ്ടുവരിക, അത് ഈ കമ്മ്യൂണിറ്റി കിച്ചണുകളൊക്കെ ആരംഭിക്കുന്ന കാര്യങ്ങളൊക്കെ പലയിടത്തും വളരെ ചെറിയ തോതിൽ നമ്മുടെ മഹിളാ അസോസിയേഷൻ്റെയൊക്കെ നേതാക്കളടക്കം മുൻകൈ എടുത്തുകൊണ്ട് പല സ്ഥലത്തും വളരെ ചെറിയ രീതിയിൽ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെയുള്ള ഇനിഷ്യേറ്റീവുകളും ഇങ്ങനെയുള്ള സംരംഭങ്ങളും ഈ ഒരു പൊതുബോധത്തിലേക്ക് സ്ത്രീകളെ സമൂഹ നിർമ്മാണ പ്രക്രിയയിലേക്ക് കൊണ്ടുവരുന്നതിൻ്റെ ഭാഗമായിട്ട് അത് ചെയ്യേണ്ട ഒരു വലിയ ഒരു പ്രസ്ഥാനമായി കൊണ്ടുവരിക എന്നുള്ളതും ഇതിൻ്റെ ഭാഗമായി കൊണ്ടുവരേണ്ടതില്ലേ എന്നുള്ള ഒരു ചർച്ചയും കൂടെ നമുക്ക് ചെയ്യേണ്ടതുണ്ട്. അതേപോലെ തന്നെ നമ്മൾ നേരത്തെ അത് സഖാവ് ബൃന്ദ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഞാനത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഒന്ന്, ഭാഷയിലും സംസ്കാരത്തിലും
ഇടപെടലും പൊതുമണ്ഡലങ്ങളിലും വേഷത്തിലുമൊക്കെ ഉള്ള വാർപ്പ് മാതൃകകൾ. ഇപ്പോൾ ഇന്നലെ പ്രോഗ്രസീവായിരുന്നു. ഇപ്പം ഞങ്ങളൊക്കെ പഠിക്കുമ്പോൾ ഈ ചുരിദാർ ഇടുക എന്നൊക്കെ പറയുന്നത് ഒരു പ്രോഗ്രസീവായിട്ടുള്ള ഒരു ഇതായിരുന്നു. ഇപ്പം അത് പഴയതായിപ്പോയി. അപ്പം എല്ലാ കാലത്തും ഉള്ള ഒരു ചുവട് മുന്നോട്ട് വെച്ച് കഴിഞ്ഞാൽ ആ ചുവട് വയ്പ്പ് എല്ലാ കാലത്തും അങ്ങനെ പുതുതായിട്ടും അല്ലെങ്കിൽ ആധുനികമായി നിലനിൽക്കില്ല. അപ്പം അതിനെ ചലഞ്ച് ചെയ്യുന്ന അത് വാർപ്പ് മാതൃകയായി മാറും. ആ വാർപ്പ് മാതൃകകളെ ചോദ്യം ചെയ്യേണ്ടവരായി നമ്മൾ മാറണം. അതിന് സ്വയം വിമർശനപരമായിട്ടും കൂടി നമ്മൾക്ക് പരിശോധിക്കണം. അത് സ്ത്രീകളല്ല, സ്ത്രീകൾ എപ്പോഴും പറയും ഇത് ഞങ്ങൾക്കൊക്കെ അറിയുന്നതല്ലേ സഖാവേ, ഇത് പുരുഷന്മാരോടല്ലേ നിങ്ങളിതൊക്കെ പറയേണ്ടതെന്ന്. അതും നമ്മളിങ്ങനെ വരുന്ന വഴിക്ക് ചർച്ച ചെയ്യുമായിരുന്നു. നമുക്കിതൊക്കെ അറിയാം, നിങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെ അവരല്ലേ ഇതൊക്കെ കേൾക്കേണ്ടത്. എങ്ങനെയാണ് അത് നമ്മുടെ പരിപാടികൾ മുതൽ ഇങ്ങനെ നമ്മളെല്ലാവരും വളരെ ക്രിട്ടിക്കലായി പറയുന്നതാണ്. ബാനർ പിടിക്കാൻ വേണ്ടി 2 പേര്, സ്റ്റേജിൽ 1 പേര് ഇരിക്കാൻ വേണ്ടി ഒരാൾ എന്നുള്ളത് തുടങ്ങി. അതെല്ലാം വാർപ്പ് മാതൃകകളായി മാറും. ആരും ഇല്ലാത്തടത്ത് ഒരാളെ കൊണ്ടുവരുമ്പോൾ അത് അങ്ങനെ അതൊരു പ്രോഗ്രസീവായി മാറും. പക്ഷേ അത് വാർപ്പ് മാതൃകകളാകാതിരിക്കണമെങ്കിൽ അത് വളരെ ബോധപൂർവമായ ഇടപെടലുകൾ സമൂഹത്തിൻ്റെ എല്ലാ മണ്ഡലങ്ങളിലും നടത്തണം. അത് നമുക്കിപ്പം അത് ഏറ്റവും അടിയന്തരമായി ചെയ്യേണ്ടതുമുണ്ട്. അതുപോലെ തന്നെ നമ്മളിപ്പം വളരെ പ്രോഗ്രസീവായിട്ടൊക്കെ പറയുന്നുണ്ട് ട്രാൻസ്ജെൻഡറുകളുടെ കാര്യം. കേരളത്തിൽ ഏറ്റവും അഭിമാനിക്കത്തക്ക ഒരു കാര്യമായി നമ്മളത് എടുത്തു പറയാറുമുണ്ട്. അത് പക്ഷേ പൊതുമണ്ഡലത്തിലെ പൊതുബോധത്തിലേക്ക് ആ മാറ്റം എത്രത്തോളം വന്നിട്ടുണ്ട്. ഇപ്പോൾ പോലും നമുക്ക് വളരെ ക്രിട്ടിക്കലായി സ്വയം പരിശോധിക്കണം. അത് മാത്രമല്ല ഈ LGBTQ എന്ന് പറയുന്ന വിവിധ ലൈംഗികാഭിമുഖ്യമുള്ളവരെ എന്നൊക്കെ പറയുന്ന അവരെയൊക്കെ എങ്ങനെയാണ് കേരള സമൂഹം ജനറലി പൊതുവായി നോക്കിക്കാണുന്നത്. അപ്പോൾ കേരളത്തിലെ സമൂഹത്തിലേക്ക് ആ ഒരു കാര്യത്തിലേക്ക് പോകണമെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള ഒരു അധ്വാനം നമ്മൾ എടുക്കണം. ഇനി 1-2 പോയിന്റും കൂടെ പറഞ്ഞ് അവസാനം ഞാൻ വിശദീകരിക്കുകയല്ല. ഒന്ന്, നമ്മൾ പഠനങ്ങൾ കേരളത്തിലെ സ്ത്രീ പദവി പഠനങ്ങൾ ഏതാണ്ട് 8% സ്ത്രീകൾക്ക് മാത്രമേ ഭൂമി കൈവശമുള്ളൂ, കൃഷിഭൂമി ഇന്ത്യയിലൊട്ടാകെ. അതുപോലെ സ്വത്തവകാശം, അങ്ങനെ അടിസ്ഥാനപരമായ കാര്യങ്ങളിൽ നമ്മൾ എവിടെയാണ് നിൽക്കുന്നത് എന്നുള്ള പഠനങ്ങൾ, അതുപോലെ വിവിധ മേഖലയിൽ തൊഴിലെടുക്കുന്നവരെ കുറിച്ചിട്ടുള്ള പഠനങ്ങൾ, ഏറ്റവും കൂടുതൽ സ്ത്രീകൾ പ്രവാസികളായി ജോലി ചെയ്യുന്ന കേരളത്തിലെ സ്ത്രീകൾ, നഴ്സിംഗ് മേഖല, അവരുടെ എല്ലാം കണ്ടീഷൻ, അങ്ങനെയുള്ള പഠനങ്ങൾ കൂടി ഏറ്റെടുത്തുകൊണ്ട് അടിസ്ഥാനപരമായ കാര്യങ്ങളിലും കൂടി നമ്മൾ ഇടപെടണം. ബാക്കി കാര്യങ്ങൾ ഭാഷയിലായാലും സംസ്കാരത്തിലായാലും പെരുമാറ്റത്തിലായാലും അത് കൂട്ടായി രാത്രി നടത്തം പോലെയുള്ള കാര്യങ്ങളെല്ലാം ഏറ്റെടുത്തുകൊണ്ട് അങ്ങനെ സാംസ്കാരിക മണ്ഡലങ്ങളിലും നമ്മൾ അടിയന്തരമായി ഇടപെടുകയും നമ്മുടെ കുടുംബത്തിലടക്കം പുതിയ സംസ്കാരം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു തുടക്കം ഇതിൽ നിന്നുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതിനു വേണ്ടിയിട്ടുള്ള ആശയപരമായിട്ടുള്ള ആയുധം സ്വയം അണിയിക്കുക എന്നുള്ളത് നമ്മുടെ ട്രേഡ് യൂണിയനുകളായാലും മഹിളാ പ്രസ്ഥാനങ്ങളായാലും നമുക്കെല്ലാവർക്കും അതിനുള്ള ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്വം ഇനി വരുന്ന ആളുകളിൽ നമ്മൾ ഏറ്റെടുക്കണം. നന്ദി. താങ്ക് യു സിന്ധു. ഇപ്പോൾ നമ്മുടെ സെമിനാർ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നമ്മുടെ പ്രിയങ്കരിയായിട്ടുള്ള നേതാവ് സർ ബന്ദാജിയും അതിനുശേഷം സിന്ധുവും ഇവിടെ സംസാരിച്ചു. ഇനി നമുക്ക് 2 വിശിഷ്ടാതിഥികൾ ഇവിടെയുണ്ട്. ആദ്യമായി ഇപ്പോൾ അവതരിപ്പിച്ച ഉദ്ഘാടനം ചെയ്തുകൊണ്ടും ഇപ്പോൾ അവതരിപ്പിച്ചുകൊണ്ട് സിന്ധു സംസാരിച്ച വിഷയങ്ങളെ അടിസ്ഥാനപ്പെടുത്തി ഈ വിഷയത്തിൽ നിന്നുകൊണ്ട് മറ്റ് ഭാഗങ്ങളിലേക്ക് ഒന്നും പോകാതെ ഈ ലിംഗസാക്ഷരത എന്ന വിഷയത്തെ സംബന്ധിച്ചാൽ വളരെ പ്രധാനപ്പെട്ട വളരെ റിലവൻ്റായിട്ടുള്ളൊരു പോയിൻ്റ് നമ്മുടെ ഉദ്ഘാടക ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. നമ്മളുടെ വിഷയം ലിംഗസാക്ഷരതയാണെങ്കിലും ലിംഗനിരക്ഷരത, സാക്ഷരരായിട്ടുള്ള വിദ്യാഭ്യാസമുള്ള ആളുകളുടെ ഇടയിലേക്ക് കടന്നു വരുന്ന നിരക്ഷരത എന്ന ഭാഗം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട കുറേ കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസാരിക്കാൻ എനിക്ക് തോന്നുന്നത് ഒരു 10 മിനിറ്റ് വളരെ ചുരുങ്ങിയ സമയമാണെന്നറിയാം. എങ്കിലും 2 പേര് ഉണ്ട്. ആദ്യം ഞാൻ പ്രിയങ്കരിയായിട്ടുള്ള ശ്യാമയെ ഞാൻ ഇതിനെ സംബന്ധിച്ച് അഭിപ്രായങ്ങൾ ക്ഷണിക്കുകയാണ്. ശ്യാമ സംസാരിക്കാം. 10 മിനിറ്റ്. എല്ലാവർക്കും നമസ്കാരം.
ഏറ്റവും സ്നേഹമുള്ള ഉദ്ഘാടക, അതോടൊപ്പം വേദിയിലിരിക്കുന്ന ബഹുമാനമുള്ളവരെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഖാക്കളെ, ഈ ഒരു വേദിയുടെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷം. ജെൻഡർ എന്നുള്ള ആശയത്തെപ്പറ്റി നമ്മൾ പലപ്പോഴും സംസാരിക്കുമ്പോൾ അത് ഒരു സ്ത്രീ ശാക്തീകരണം എന്ന വിഷയത്തിലേക്ക് പലപ്പോഴും ഒതുങ്ങിപ്പോകാറുണ്ട്. അതിനപ്പുറത്തേക്ക് അതിൻ്റെ ഇൻ്റർസെക്ഷനാലിറ്റി എന്താണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ വൈവിധ്യമുള്ള മനുഷ്യരുടെ പ്രശ്നങ്ങളടക്കം പൊതുസമൂഹത്തിൽ ചർച്ചയ്ക്കെടുക്കണം എന്ന നിലപാടെടുക്കുകയും ഈ രീതിയിൽ ഇത്തരം സെഷൻ്റെ ഭാഗമായി ഈ വിഷയത്തെ കൂടെ ചർച്ചയ്ക്കെടുക്കുകയും ചെയ്യാൻ എന്നെ ക്ഷണിച്ചതിലുള്ള സന്തോഷം ആദ്യമേ അറിയിക്കുകയാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടെ സൂചിപ്പിച്ചു, ഈ ജെൻഡർ എന്നുള്ള വിഷയത്തെപ്പറ്റി ആധികാരികമായ രീതിയിൽ നിരവധി ട്രെയിനിങ്ങുകളും വർക്ക്ഷോപ്പുകളും ഒക്കെ കൊടുക്കുന്നുണ്ട്. ഒരുപക്ഷെ ഇവിടെ കൂടിയിരിക്കുന്ന ഒരുപാട് പേരിൽ കുടുംബശ്രീ പ്രവർത്തകരടക്കമുള്ള അംഗൻവാടി വർക്കർമാരായിട്ടുള്ള ആശാ വർക്കർമാരായിട്ടുള്ള ആൾക്കാർ, അവർക്ക് കിട്ടിയിരിക്കുന്നതിനപ്പുറത്തേക്ക് ഒരു ജെൻഡർ അവയർനെസ് പ്രോഗ്രാം ഇവിടെ ഇരിക്കുന്ന മറ്റാർക്കും കിട്ടിയിട്ടുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പം അത്രയുണ്ട് ജെൻഡർ സെൻസിറ്റൈസ്ഡ് ആയിട്ടുള്ളൊരു വിഭാഗം ആൾക്കാരാണ് നമ്മുടെ കൂടെ ഉള്ളത്, അല്ലെങ്കിൽ നമുക്ക് മുന്നിൽ. അതായത് പുരുഷന്മാർക്ക് എത്രത്തോളം അതിനകത്തൊരു ധാരണയുണ്ട് എന്നതിനെപ്പറ്റി കൃത്യമായ ധാരണയില്ല. എന്നാൽ പോലും ജെൻഡറിനെ പറ്റി സംസാരിക്കുമ്പോൾ സെക്സ് എന്നുള്ളൊരു കോൺസെപ്റ്റ് വരാറുണ്ട്, സെക്ഷുവാലിറ്റി വരാറുണ്ട്. അപ്പോൾ ഇതൊക്കെ കൃത്യമായിട്ടൊന്ന് ഡിഫൈൻ ചെയ്യാൻ പോലും നമുക്ക് പലപ്പോഴും പലർക്കും കഴിയുന്നില്ല എന്നത് വലിയൊരു ആശങ്കയാണ്. എത്ര സെക്സ് ഉണ്ടെന്ന് ചോദിച്ചാൽ, എത്ര ജെൻഡർ ഉണ്ടെന്ന് ചോദിച്ചാൽ നമുക്ക് കൃത്യമായിട്ടൊരു മറുപടി പറയാൻ പറ്റുന്നില്ല. ഇപ്പോഴും വീടിനടുത്ത് കുട്ടി ജനിച്ചാൽ നമ്മൾ ആദ്യം ചോദിക്കുന്നത് കുട്ടി ആണാണോ പെണ്ണാണോ എന്നുള്ളതാണ്. അപ്പോൾ ആൺ പെൺ എന്ന് പറയുന്ന ബൈനറിക്ക് അപ്പുറത്തേക്കുള്ള ജീവിക്കുന്ന മനുഷ്യർ നമുക്ക് ചുറ്റുമുള്ളപ്പോൾ ആ മനുഷ്യരുടെ പ്രശ്നങ്ങളെപ്പറ്റി നമ്മൾ പലപ്പോഴും സംസാരിക്കാറില്ല. കുട്ടി ജനിക്കുമ്പോൾ കുട്ടിയുടെ ശാരീരിക അവയവം നോക്കി നമ്മൾ ആണായും പെണ്ണായും തിരിക്കുന്നു. തുടർന്ന് കൃത്യമായ വാർപ്പ് മാതൃകകൾക്കനുസൃതമായിട്ട് ആ കുട്ടിക്ക് നമ്മൾ വസ്ത്രങ്ങൾ തിരഞ്ഞെടുക്കുന്നു, കളിപ്പാട്ടങ്ങൾ തിരഞ്ഞെടുക്കുന്നു. ജെൻഡർ ഇമ്പോസ് ചെയ്തുകൊണ്ടുള്ള നിറങ്ങളടക്കമാണ് നമ്മളവിടെ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോകുന്നതെന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ കൃത്യമായും ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലുള്ള ജെൻഡർ റോളുകൾ അസൈൻ ചെയ്ത് കൊടുക്കുകയാണ്. നീ ആൺകുട്ടിയാണെങ്കിൽ ഇങ്ങനെ ഇരിക്കണം എന്ന് പറയുന്ന, പെൺകുട്ടിയാണെങ്കിൽ ഇങ്ങനെ ഇരിക്കണം എന്ന് പറയുന്ന വ്യവസ്ഥാപിതമായിട്ടുള്ളൊരു സ്റ്റീരിയോ ടൈപ്പ് നമ്മുടെ സമൂഹം ഉണ്ടാക്കി കൊടുക്കുകയാണ്. അതിൻ്റെ ഏറ്റവും അടിസ്ഥാന ഘടകം എന്നുള്ള രീതിയിൽ കുടുംബത്തിലാണ് ഇത് ഇമ്പോസ് ചെയ്ത് കൊടുക്കുന്നത് എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ നീ പെൺകുട്ടിയാണെങ്കിൽ നീ ഉറക്കെ സംസാരിക്കാൻ പാടില്ല, നീ ഉറക്കെ ചിരിക്കാൻ പാടില്ല, നീ കാലിൻ്റെ പുറത്ത് കാല് കയറ്റി ചിരിക്കാൻ പാടില്ല, നീ ഇത്ര സമയം കഴിഞ്ഞാൽ വീടിന് പുറത്തേക്ക് പോകാൻ പാടില്ല എന്ന് പറയുന്ന വളരെ വ്യവസ്ഥാപിതമായിട്ടുള്ളൊരു സ്ട്രക്ചർ നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ വാർപ്പ് മാതൃകയുടെ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അത് ഏറ്റവും മോശമാണ്, തോന്നിവാസിയാണ്, ആണും പെണ്ണും കെട്ടതാണ്. എത്രത്തോളം നമുക്ക് അധിക്ഷേപിക്കാൻ പറ്റുമോ ആ രീതിയിൽ മനുഷ്യരെ അധിക്ഷേപിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ സ്ത്രീയെപ്പോലെ പെരുമാറുന്ന പുരുഷൻ പലപ്പോഴും ഏറ്റവും മോശം വാക്കുകൾ കേൾക്കാൻ വിധിക്കപ്പെട്ടിരുന്ന ഒരാളാണെന്നുള്ളതാണ്. എൻ്റെ ചെറിയ പ്രായം തൊട്ട് പലപ്പോഴും കേൾക്കേണ്ടി വന്നിട്ടുള്ളൊരു കാര്യം, നീ നടക്കുന്നത് പെൺകുട്ടികളെ പോലെയാണ്, നീ സംസാരിക്കുന്നത് പെൺകുട്ടികളെ പോലെയാണ്, അപ്പോൾ പെൺകുട്ടി ആയിക്കഴിഞ്ഞാൽ അത് മോശമാണ് എന്ന രീതിയിൽ ആ സ്ത്രൈണതയെ, എന്നിലുള്ള സ്ത്രൈണതയെ പലപ്പോഴും ഏറ്റവും മോശമായിട്ട് ഡീഗ്രേഡ് ചെയ്യുന്ന ഒരു സാഹചര്യത്തിലൂടെ ഞാൻ കടന്നു പോയിട്ടുണ്ട്. പക്ഷേ ആൺകുട്ടിയെ പോലെ പെരുമാറുന്ന പെൺകുട്ടിക്ക് പലപ്പോഴും ഒരു പ്രത്യേക പ്രിവിലേജ് പലപ്പോഴും കിട്ടുന്നതായി തോന്നിയിട്ടുണ്ട്. കാരണം ആ പ്രിവിലേജ് കൊടുക്കുന്നത് ആ പുരുഷത്വത്തിനാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ മറിച്ച് അയാൾ മറ്റേതെങ്കിലും ആസ്പെക്റ്റിനെ പറ്റി സംസാരിച്ചാൽ അത് വേറെ രീതിയിലേക്കൊക്കെ പോകും. എന്നാൽ പോലും ഒരു പുരുഷ മേധാവിത്വ സമൂഹത്തിലാണ് പലപ്പോഴും നമ്മളിപ്പോഴും ഇത്തരം വിഷയങ്ങളുടെ ഒരു ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ ചർച്ചയ്ക്കെടുക്കുകയും വിഷയത്തെ പരമാവധി പൊതുസമൂഹത്തിലേക്ക് എത്തിക്കുന്നതിനുള്ള ഇടപെടലുകൾ നടത്തുകയും ചെയ്യുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പ്രതിനിധീകരിക്കുന്നത് വലിയൊരു വിഭാഗം മനുഷ്യരെയാണ്. ഇപ്പോൾ ഈ പറയുന്ന ലിംഗത്വ ലൈംഗിക ന്യൂനപക്ഷമായി നിൽക്കുന്ന വലിയൊരു വിഭാഗം ജനതയെ പ്രതിനിധീകരിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ കേരളം ഈ വിഷയത്തിൽ ഒരുപാട് മുന്നോട്ട് പോയിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ 10 വർഷം കൊണ്ട് കേരളത്തിലെ ട്രാൻസ്ജെൻഡർ ദൃശ്യത ആയിക്കോട്ടെ, കേരളത്തിൽ ട്രാൻസ്ജെൻഡർ മനുഷ്യരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി സർക്കാർ സംവിധാനങ്ങൾ ഇടപെടുന്ന രീതികളാകട്ടെ, അത് രാജ്യത്തിന് തന്നെ മാതൃകയായിക്കൊണ്ടാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് എനിക്ക് പോലും ഇന്ന് വേദിയിൽ നിന്ന് നിങ്ങളോട് സംസാരിക്കാൻ കഴിയുന്നതെന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതിന് ഈ 10 വർഷം കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതൃത്വം കൊടുക്കുന്ന സർക്കാർ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ യാതൊരു കാരണവശാലും വിസ്മരിക്കാൻ കഴിയില്ല. നമ്മൾ ഇന്ന് പാഠപുസ്തകങ്ങളടക്കം പരിഷ്കരിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ അടുക്കളയിൽ അച്ഛനും അമ്മയും ഒരുമിച്ച് നിൽക്കുന്നത് ഒരുപാട് പേർക്ക് കുരുപൊട്ടിയിട്ടുണ്ട്. അത് അച്ഛനും കൂടെ അടുക്കളയിൽ നിൽക്കുന്നത് കണ്ടപ്പോഴത്തേക്ക് ഒട്ടും സഹിക്കാൻ പറ്റാത്തൊരു അവസ്ഥ ഉണ്ടായിട്ടുണ്ടെന്നുള്ളത്. അപ്പം നമ്മൾ ആ പാഠപുസ്തകങ്ങളടക്കം ഒരു ഓഡിറ്റിങ്ങിന് വിധേയമാക്കുന്ന സാഹചര്യത്തിൽ 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയെ തുടങ്ങി നമ്മൾ കാലങ്ങളായി ജെൻഡർ വിരുദ്ധത അല്ലെങ്കിൽ സ്ത്രീ വിരുദ്ധത പഠിപ്പിക്കുന്നുണ്ടെന്നുള്ളതാണ്. ആ എന്ന അക്ഷരം പഠിപ്പിച്ച് അമ്മ എന്ന വാക്കിലേക്ക് എത്തുമ്പോൾ അമ്മ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ സ്ത്രീ എന്ന് പറഞ്ഞാൽ രാവിലെ ഉറക്കം എഴുന്നേൽക്കേണ്ട ആളാണ്, രാവിലെ കുട്ടികൾക്ക് ഭക്ഷണം ഉണ്ടാക്കേണ്ട ആളാണ്, കുട്ടികളെ കുളിപ്പിക്കേണ്ട ആളാണ്, കുട്ടികളെ സ്കൂളിൽ വിടേണ്ട ആളാണ്. ഈ എല്ലാ ഉത്തരവാദിത്വവും കുട്ടിയിലേക്ക് കൊടുക്കുകയും 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയോട് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് അമ്മ എന്തൊക്കെയാണ് നിങ്ങൾക്ക് ചെയ്യുന്നത്,
അമ്മ രാവിലെ എഴുന്നേൽക്കുന്നു, കുളിപ്പിക്കുന്നു. അപ്പോൾ ഇത് അമ്മയുടെ ഉത്തരവാദിത്വമാണെന്ന് നമ്മൾ 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയെ ബോധ്യപ്പെടുത്തുകയാണെന്നുള്ളതാണ്. ഝാൻസി റാണി പഠിപ്പിക്കുമ്പോൾ പെണ്ണായിട്ട് പോലും പട്ടാളവേഷം ധരിച്ച് കുതിരപ്പുറത്ത് കയറി യുദ്ധം ചെയ്തവളാണെന്ന് പറയാറുണ്ട്. എന്തിനാണ് പെണ്ണായിട്ട് പോലും? പെണ്ണായി കഴിഞ്ഞാൽ പട്ടാളവേഷം ധരിക്കാൻ പാടില്ല, കുതിരപ്പുറത്ത് കയറാൻ പാടില്ല, യുദ്ധം ചെയ്യാൻ പാടില്ല തുടങ്ങിയ വ്യവസ്ഥാപിതമായി നമ്മൾ പിന്തുടരുന്ന എല്ലാ സ്റ്റീരിയോ ടൈപ്പുകളും നമ്മുടെ പാഠപുസ്തകങ്ങളിലടക്കം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പം അതിനെ കാര്യമായ രീതിയിൽ ഓഡിറ്റിങ്ങിന് വിധേയമാക്കിക്കൊണ്ട് ഈ രീതിയിലല്ല നമ്മുടെ വിദ്യാഭ്യാസം മുന്നോട്ട് കൊണ്ടുപോകേണ്ടതെന്ന് തിരിച്ചറിവോടുകൂടി തന്നെ ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് 1, 3, 5, 7, 9 ക്ലാസ്സുകളിലെ പാഠ്യപദ്ധതി പരിഷ്കരണത്തിൻ്റെ ഭാഗമായി 7ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടികൾ പഠിക്കുന്നു. എന്താണ് ജെൻഡർ വൈവിധ്യങ്ങൾ എന്താണ്, എത്ര ജെൻഡറുകൾ നമുക്ക് ചുറ്റുമുണ്ട്, ആ ജെൻഡർ വൈവിധ്യത്തോടുകൂടി നിലനിൽക്കുന്ന മനുഷ്യർ അവരുടെ അവകാശങ്ങൾ എന്താണ് എന്നത് സാമൂഹ്യശാസ്ത്രപരമായും ജീവശാസ്ത്രപരമായും ഒക്കെ വിശകലനം ചെയ്യുന്നതിനും വിശദീകരിക്കുന്നതിനും നമ്മുടെ അധ്യാപകരെ പ്രാപ്തരാക്കിയിട്ടുണ്ട്. നമ്മുടെ പാഠപുസ്തകങ്ങളിൽ കുട്ടികളെ നമ്മൾ അതിനുവേണ്ടി പ്രാപ്തരാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ജെൻഡർ എന്ന് പറയുന്നത് കേവലം ആൺ പെൺ ബൈനറിക്ക് അപ്പുറത്തേക്ക് ഏകദേശം 72ഓളം വൈവിധ്യങ്ങളുള്ള ഒരു സ്പെക്ട്രം ആയിട്ടാണ് നിലനിൽക്കുന്നതെന്നുള്ളതാണ്. നമ്മളൊക്കെ ഒന്ന് ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ ജെൻഡർ സ്പെക്ട്രം കാണാൻ പറ്റും. ആ സ്പെക്ട്രത്തിൽ തന്നെ നമ്മൾ നോക്കുമ്പോൾ അതിന് 2 എക്സ്ട്രീമുകൾ മാത്രമാണ് സ്ത്രീ അല്ലെങ്കിൽ പുരുഷൻ എന്ന് പറയുന്നത്. ആ എക്സ്ട്രീമുകൾക്കിടയിലേക്കുള്ള സ്പേസുകളിൽ ഒരുപാട് മനുഷ്യരെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്, അവരുടെ ഐഡന്റിറ്റികളെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അത് കൃത്യമായി മനസ്സിലാക്കാൻ എന്തായാലും നമുക്ക് ഓരോരുത്തർക്കും കഴിയണം. നമുക്ക് ചുറ്റും നിലനിൽക്കുന്ന മനുഷ്യർ, അവരെ നമ്മൾ അടയാളപ്പെടുത്തേണ്ടത് അവരുടെ ജെൻഡറിൻ്റെ പേരിലല്ല, അവരെ ഒരു മാനുഷിക പരിഗണന നൽകിക്കൊണ്ട് നമ്മുടെ ഭരണഘടന ഉറപ്പാക്കുന്ന അവകാശങ്ങൾ എല്ലാ മനുഷ്യർക്കും ഒരുപോലെ ലഭ്യമാക്കുന്നതിനാണ് ഊന്നൽ കൊടുക്കേണ്ടതെന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത്. അവിടെയാണ് മനുഷ്യരായി പരിഗണിക്കുന്ന സമയത്ത് ഏത് വിഭാഗത്തിൽപ്പെട്ട മനുഷ്യരാണെങ്കിലും അവർക്കൊരു സ്പേസ് ഒരുപക്ഷെ അവിടെ നേടിയെടുക്കാൻ സാധിക്കുന്നതും അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ സാധിക്കുന്നത്. പ്രിയപ്പെട്ട ഉദ്ഘാടക ഇവിടെ സംസാരിച്ച സമയത്ത് പറഞ്ഞു, നമ്മുടെ പാർലമെന്റിലടക്കമുള്ള നിയമസഭകളിലടക്കമുള്ള ജനപ്രതിനിധികൾക്ക് ഇതിൻ്റെ ഒരു ഗൗരവം ബോധ്യപ്പെടുത്തണമെന്ന് പറയുന്നത് ഏറ്റവും നിസ്സാരമായ കാര്യമല്ല. കാരണം ഞങ്ങൾക്ക് വേണ്ടി ഒരു നിയമം പോലും രൂപീകരിക്കപ്പെട്ടപ്പോൾ ഞങ്ങളുടെ ഒരു പ്രാതിനിധ്യം ഇല്ലാത്തത് കൊണ്ട് ആ നിയമത്തിൽ പോലും അവകാശ സംരക്ഷണ നിയമം എന്നാണ് പേര്, പക്ഷെ ഒരു അവകാശവും സംരക്ഷിച്ചിട്ടില്ല എന്നുള്ളതാണ് പാർലമെന്റിന്റെ നിയമം എന്ന് പറയുന്നത്. അപ്പോൾ ആ രീതിയിൽ നമ്മുടെ ശബ്ദം ഉയർത്തുന്ന സാഹചര്യത്തിൽ മാത്രമാണ് ആ മനുഷ്യർക്ക് ഏതെങ്കിലും രീതിയിലുള്ളൊരു പ്രോഗ്രസീവ് ആയിട്ടുള്ളൊരു ഇടപെടൽ അല്ലെങ്കിൽ ഒരു മാറ്റം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുക. ഇപ്പോൾ ഇവിടുത്തെ ഈ സെമിനാറിൻ്റെ ഭാഗമായി പോലും നമ്മൾ സംസാരിക്കുമ്പോൾ ജെൻഡർ സാക്ഷരത എന്താണെന്ന് അറിയണമെങ്കിൽ ജെൻഡർ റോളുകളെ പറ്റി നമ്മൾ അറിയണം. അവിടെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച സ്ത്രീകൾക്ക് ഇന്ന റോളുകൾ, പുരുഷന്മാർക്ക് ഇന്ന റോളുകൾ എന്ന് അസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഏതൊക്കെ രീതിയിലാണ് നമ്മുടെ നിലനിൽക്കുന്ന ഒരു തുല്യതയെ അല്ലെങ്കിൽ സമത്വത്തെയൊക്കെ ഇല്ലാതാക്കുന്നത് എന്നുള്ള തിരിച്ചറിവോടുകൂടി തന്നെ നമുക്ക് ഈ വിഷയത്തെ സമീപിക്കാൻ കഴിയണം. എന്താണ് അസമത്വങ്ങളെന്ന് നമുക്ക് അറിയാൻ കഴിയണം, എന്നാലേ സമത്വത്തിലേക്ക് നമുക്ക് പോകാൻ കഴിയുള്ളൂ. അപ്പോൾ ആ അസമത്വം എന്താണെന്ന് അറിയണമെങ്കിൽ ജെൻഡർ റോളുകളെ പറ്റി അറിയണം. അതിൻ്റെ ഭാഗമായി നിലനിൽക്കുന്ന ഈ പറയുന്ന വാർപ്പ് മാതൃകകളെ പൊളിച്ചെഴുതേണ്ട ആവശ്യകതയെപ്പറ്റി നമ്മൾ ബോധ്യപ്പെടേണ്ടതുണ്ട്. അപ്പോൾ അതുവഴി മാത്രമാണ് വലിയൊരു മാറ്റം സമൂഹത്തിൽ സംഭവിക്കുക. ഇവിടെ ബഹുമാനപ്പെട്ട സഖാവ് സൂചിപ്പിച്ചപ്പോൾ പറഞ്ഞു, സമൂഹ നിർമ്മാണ പ്രക്രിയയുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന എല്ലാ വിഭാഗം ഉദ്യോഗസ്ഥരിലേക്കും ഇതിൻ്റെ ഗൗരവം എത്തിക്കേണ്ടതുണ്ടെന്നുള്ളതാണ്. അത് അധ്യാപകരായിക്കോട്ടെ, പോലീസുകാരായിക്കോട്ടെ, ഡോക്ടർമാരായിക്കോട്ടെ, ഇവരെല്ലാം ഒരു സോഷ്യൽ കൺസ്ട്രക്റ്റിന് വേണ്ടി നിലനിൽക്കുന്ന ആൾക്കാർ എന്നുള്ള നിലയിൽ ഈ വിഷയത്തിൻ്റെ ഗൗരവം അവരിലേക്ക് എത്തിക്കുന്നത് വഴി സ്വാഭാവികമായും സമൂഹത്തിൻ്റെ താഴെത്തട്ടിലേക്ക് അടക്കം ഇതിൻ്റെ ഒരു ആശയം എത്തും എന്നുള്ളതാണ് നമുക്ക് ഓരോരുത്തർക്കും മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ആ രീതിയിൽ ഒരുപക്ഷെ മാറ്റം അനിവാര്യമായി സംഭവിക്കേണ്ട നമ്മുടെ കുടുംബങ്ങളിലാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. നമ്മുടെ കുട്ടികളെ അടക്കം നമ്മൾ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്ന സമയത്ത് അയാൾക്ക് ഇഷ്ടമനുസരിച്ചിട്ടുള്ള വസ്ത്രങ്ങളോ കളിപ്പാട്ടങ്ങളോ ഒക്കെ തിരഞ്ഞെടുക്കാനുള്ളൊരു സ്വാതന്ത്ര്യം നമ്മൾ കൊടുക്കുന്നതോടൊപ്പം തന്നെ സ്ത്രീയെ പോലെ പെരുമാറുന്ന പുരുഷനും പുരുഷനെ പോലെ പെരുമാറുന്ന സ്ത്രീയും ഒക്കെ വളരെ സ്വാഭാവികതയുള്ള മനുഷ്യരാണെന്ന് ബോധ്യപ്പെടുത്താൻ നമുക്ക് കഴിയണം. അതിനപ്പുറത്തേക്ക് കുറേ അടി കൊടുക്കാനോ അമ്പലങ്ങളിലോ എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുപോയി കുറേ ആവാഹനമോ പൂജയോ ഒക്കെ നടത്തിക്കഴിഞ്ഞാൽ ഒന്നും മാറ്റിയെടുക്കാൻ സാധിക്കുന്ന ഒരു അസുഖമേ അല്ല. നമുക്കിടയിൽ തന്നെ നിലനിൽക്കുന്ന, നമ്മോടൊപ്പം നിലനിൽക്കുന്ന മനുഷ്യരാണ്. ഇത്തരത്തിൽ ജെൻഡർ വൈവിധ്യത്തോടു കൂടി തന്നെ നിലനിൽക്കുന്ന ഓരോരുത്തരും എന്ന തിരിച്ചറിവാണ് നമുക്കുണ്ടാവേണ്ടത്. അതിനു വേണ്ടിയാണ് നമ്മുടെ കുട്ടികളെ പ്രാപ്തരാക്കേണ്ടത്. അതുവഴി മാത്രമേ നമ്മൾ നവോത്ഥാന പോരാട്ടങ്ങളിലൂടെ നേടിയെടുത്ത ആശയങ്ങൾ, അത് ഒരുപാട് പേർ പറയും പുരോഗമനാശയങ്ങൾ നമുക്ക് ജീവിതത്തിലേക്ക് സ്വാംശീകരിക്കാൻ കഴിഞ്ഞു എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ ആ ആശയങ്ങൾ വളരെ ഫലവത്തായി നമ്മുടെ ജീവിതത്തിലേക്ക് പ്രാവർത്തികമാക്കാൻ നമ്മുടെ മനസ്സുകൂടെ പാകപ്പെടേണ്ടതുണ്ട്. അതുവഴി മാത്രമാണ് നന്മ അടുത്ത തലമുറയിലേക്ക് കൂടെ നമുക്ക് കൈമാറ്റം ചെയ്യാൻ കഴിയുള്ളൂ. എന്നെ കേട്ട എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ അഭിവാദ്യങ്ങൾ. നന്ദി.
അപ്പോൾ താങ്ക് യു ശ്യാമ. വളരെ ചുരുങ്ങിയ സമയമായതുകൊണ്ട് എല്ലാവർക്കും കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും, പക്ഷേ നമുക്ക് വേറെ നിവൃത്തിയില്ല. അപ്പോൾ ഏതായാലും വിഷയങ്ങളെ സംബന്ധിച്ചുള്ള കുറേ അഭിപ്രായങ്ങൾ ശ്യാമ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഞാനതിനെ സംബന്ധിച്ചൊന്നും പറയാതെ നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള കിലയിലെ ഒരു ഫാക്കൽറ്റി കൂടിയാണ്. അതിലേറെ ഈ വിഷയത്തെ സംബന്ധിച്ച് നമുക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും അനുയോജ്യനായിട്ടുള്ള ഒരു വ്യക്തിയാണ്. സ്പെഷ്യലിസ്റ്റ് ഇൻ വുമൻ സ്റ്റഡീസാണ് ഡോക്ടർ അമൃതരാജ്. സ്പെഷ്യലിസ്റ്റ് ഇൻ വുമൻ സ്റ്റഡീസ്, അങ്ങനെ ഒരു വിഷയം തിരഞ്ഞെടുക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഡോക്ടർ അമൃതരാജിൻ്റെ വാക്കുകൾ കേൾക്കാൻ നമ്മൾ വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ഡോക്ടർ അമൃതരാജ്. സഖാവ് പറഞ്ഞുകൊണ്ട് ഞാൻ ഇരുന്നുകൊണ്ട് സംസാരിക്കുകയാണ്. സഖാവ് ബൃന്ദ കാരാട്ട്, സഖാവ് ശ്രീമതി ടീച്ചർ, സഖാവ് സൂസൻ കോടി, സഖാവ് സിന്ധു, സഖാവ് ശ്യാമ, സഖാവ് മേഴ്സിക്കുട്ടിയമ്മ, സഖാവ് ചന്ദ്രമോഹൻ, സഖാവ് പ്രസന്ന ഏണസ്റ്റ്, സഖാവ് സബിത ബീഗം, സഖാവ് സുജ, പ്രിയമുള്ള സഖാക്കളെ, വളരെയധികം അഭിമാനവും സന്തോഷവും തോന്നുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ ജെൻഡർ സ്പെഷ്യലിസ്റ്റ് എന്ന രീതിയിൽ ഈ സർക്കാരിന് വേണ്ടി ജോലി ചെയ്യുന്ന ആൾ എന്ന രീതിയിൽ അത് ഈ പാർട്ടി ശ്രദ്ധിക്കുകയും എന്നെ ഈ ഒരു പരിപാടിയിലേക്ക് വിളിച്ചതിലുള്ള സന്തോഷം ആദ്യം തന്നെ അറിയിക്കുന്നു. ബഹുമാനപ്പെട്ട സഖാവ് ബൃന്ദക്കാരായിട്ട് പറഞ്ഞിരുത്തുന്നതിന് തുടങ്ങുകയാണ്. സിലബസ്, സ്കൂളുകളുടെ സിലബസിൽ മാറ്റം വരുത്തുന്നതിനെ കുറിച്ചിട്ടാണ് സഖാവ് ആദ്യം പറഞ്ഞു വന്നത്. ഇന്ത്യയിൽ ആദ്യമായിട്ട് സ്കൂളിലല്ല, അങ്കണവാടി ടെക്സ്റ്റ് ബുക്കുകളുടെ ജെൻഡർ ഓഡിറ്റിംഗ് നടത്തിയ സംസ്ഥാനമാണ് കേരളം. കാരണം ജെൻഡർ സ്കീമ തിയറി പറയുന്നത് ഏകദേശം 3 വയസ്സോടുകൂടി കുട്ടി തൻ്റെ ജെൻഡർ എന്താണെന്ന് മനസ്സിലാക്കുന്നു. സെക്സ് അല്ല, ജെൻഡർ. ഈ പറയുന്ന രീതിയിൽ വളയിടുന്നത് ആരാണ്, പാൻ്റ് ഇടുന്നത് ആരാണ്, ഷർട്ട് ഇടുന്നത് ആരാണെന്ന് കുട്ടി മനസ്സിലാക്കുന്നു. അത് മനസ്സിലാക്കിക്കൊണ്ട് ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് അങ്കണവാടി ടെക്സ്റ്റ് ബുക്കുകളെ ജെൻഡർ ഓഡിറ്റിംഗ് നടത്തിയ സംസ്ഥാനമാണ് കേരളം. അത് 5 പേരുള്ള എക്സ്പേർട്ട് കമ്മിറ്റിയിൽ ഒരാളായിരുന്നു ഞാൻ എന്നുള്ളതിലും അതിൽ വലിയ സന്തോഷമുണ്ട് എന്നുള്ളത്. അപ്പോൾ അത്തരത്തിൽ ഈ ഉദാഹരണത്തിന് ഞാൻ പറയാം. അങ്കണവാടി ടെക്സ്റ്റ് ബുക്കിലെ ഒരു ചിത്രമാണ്. അതിൽ ഒരു സൈഡിൽ ഒരു കർഷകനുണ്ട്, ഒരു ഡോക്ടറുണ്ട്, ഒരു നേഴ്സുണ്ട്, ഒരു പോലീസുണ്ട്. അപ്പുറത്തെ സൈഡിൽ ഒരു പോലീസിൻ്റെ തൊപ്പിയുണ്ട്, ഒരു സ്റ്റെതസ്കോപ്പ് ഉണ്ട്, ഒരു മൺവെട്ടിയുണ്ട്, ഒരു നേഴ്സിൻ്റെ ട്രേ ഉണ്ട്. ഈ ചിത്രം കുട്ടി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാച്ച് ദി ഫോളോയിങ് ചെയ്യണം. കേൾക്കുമ്പോൾ നല്ലതാണ്, പക്ഷെ പ്രശ്നം എന്തായിരുന്നു എന്ന് വെച്ചാൽ അതിൽ നേഴ്സ് ഒഴിച്ച് ബാക്കി എല്ലാവരും പുരുഷന്മാരായിരുന്നു എന്നുള്ളതാണ്. അങ്കണവാടി കുട്ടി എന്താണെന്ന് ചിത്രം കണ്ട് മാത്രം മനസ്സിലാക്കുന്ന കുട്ടിയിലേക്ക് ഈ പറഞ്ഞ സ്റ്റീരിയോ ടൈപ്പ് നമ്മൾ കൊടുത്തു കഴിഞ്ഞു. അത് നമ്മൾ മാറ്റി. പുതിയ അങ്കണവാടി ടീച്ചർമാരുണ്ടെങ്കിൽ നോക്കുക, ആ പുസ്തകം മാറിയിട്ടുണ്ട്. ആ പുസ്തകത്തിൽ 2 പോലീസുണ്ട്, ഒരു സ്ത്രീ ആയിട്ടുള്ള പോലീസും ഒരു പുരുഷനായിട്ടുള്ള പോലീസും. ഡോക്ടർമാരും 2 ഉണ്ട്, കർഷകർ, ഒരു പുരുഷനായിട്ടുള്ള കർഷകനും. അപ്പം ആ രീതിയിൽ അങ്കണവാടി കുട്ടികൾക്കിടയിൽ തന്നെ നമ്മളൊരു ജെൻഡർ സ്റ്റീരിയോ ടൈപ്പ്. അതുകൂടാതെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആഹാരം പാചകം ചെയ്യുന്നതിൽ അച്ഛനും ആഹാരം പാചകം ചെയ്യുന്നുണ്ട്, അമ്മയും ആഹാരം പാചകം ചെയ്യുന്നുണ്ട്. സഖാവ് ശ്യാമ സൂചിപ്പിച്ചതുപോലെ ഒരുപാട് പേരെ പൊള്ളിച്ചു. അതും അച്ഛനെ അടുക്കള കയറ്റാനായോ എന്നുള്ള ചോദ്യം. പക്ഷേ നമ്മുടെ കുട്ടികളത് മാതൃകകളാക്കി നോക്കുന്നു. കൊച്ചു മനസ്സിലേക്ക് ഇത്തരം ചിന്തകളും ചിത്രങ്ങളും മാറ്റും. അത്തരത്തിൽ അങ്കണവാടി ടെക്സ്റ്റ് ബുക്കുകളിലേക്ക് ഇടപെട്ടുകൊണ്ട് അതിനുശേഷം വളരെ അടുത്ത കാലത്ത് സ്കൂൾ ടെക്സ്റ്റ് ബുക്കുകളിൽ സമൂലമായ ഒരു ജെൻഡർ ഓഡിറ്റിംഗ് നടത്തി. അത്തരത്തിൽ ക്ലാസ്സിൽ അപ്പം ചുടുന്ന അച്ഛനെ നമ്മുടെ പാഠപുസ്തകങ്ങളിൽ കൊണ്ടുവന്നു എന്ന് പറയുമ്പോൾ ഈ കുട്ടികളുടെ മനസ്സിലേക്ക് ഇത്തരം ചിത്രങ്ങളിൽ വരുന്നു. ഇത് നേരത്തെ പറഞ്ഞ വാർപ്പ് മാതൃകകൾ, സോഷ്യലൈസേഷൻ വഴിയാണ് ഇത് പഠിക്കുന്നത്, സാമൂഹ്യവൽക്കരണത്തിലൂടെ. വിദ്യാഭ്യാസം എന്ന് പറയുന്ന ഒരു ഏജന്റ് ഓഫ് സോഷ്യലൈസേഷനാണ്. അപ്പോൾ അത്തരത്തിൽ സിലബസിൽ ഇടപെട്ടുകൊണ്ട് വലിയ മാറ്റം വരുത്താൻ, ജെൻഡർ ലിറ്ററസി, സാക്ഷരത തുടങ്ങുന്ന സ്ഥലത്ത് തന്നെ തുടങ്ങാൻ കേരള സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി നിൽക്കാൻ കഴിഞ്ഞത് വളരെയധികം അഭിമാനമുണ്ട്. പിന്നീട് പോലീസിനടക്കം 10,000-കണക്കിന് പോലീസിന് ബോധ്യം എന്ന രീതിയിൽ വനിതാ വികസന കോർപ്പറേഷൻ്റെ ഭാഗമായിട്ട് ജെൻഡർ സെൻസിറ്റൈസേഷൻ 4 ദിവസത്തെ പരിശീലനം നൽകിക്കൊണ്ടിരിക്കുന്നു. ഞാനും ഷാമയൊക്കെ അതിൻ്റെ ഭാഗമാണ്. തീർച്ചയായിട്ടും ഈ പറയുന്ന രീതിയിൽ മനുഷ്യരോട് ഭരണഘടനയെക്കുറിച്ചിട്ട്, മനുഷ്യാവകാശത്തെക്കുറിച്ചിട്ടൊക്കെ സംസാരിക്കേണ്ട പോലീസിന് ഈ ജെൻഡർ സാക്ഷരത നൽകുന്നുണ്ട്. അത് 4 ദിവസമാണ്. വളരെ വിപുലമായ രീതിയിൽ അത്തരം കാര്യങ്ങൾ നടത്തുന്നു. അതിലും നമ്മൾക്ക് പങ്കാളിയാകാൻ കഴിയുന്നു. ബഹുമാനപ്പെട്ട സഖാവ് പ്രസന്ന ഏണസ്റ്റ് ഇരിപ്പുണ്ട്. നമ്മുടെ പഞ്ചായത്തുകളിലെ എല്ലാ ജനപ്രതിനിധികൾക്കും കിലയുടെ ഭാഗമായിട്ട് ജെൻഡറുമായിട്ട് ബന്ധപ്പെട്ട പരിശീലനങ്ങൾ നൽകുന്നുണ്ട്. ബഹുമാനപ്പെട്ട പ്രസന്ന ഏണസ്റ്റ് മാഡം സഖാവ് പങ്കെടുത്തിട്ടുണ്ട്. അതുകൂടാതെ കൊട്ടിയത്ത് വെച്ച് നടത്തിയ വനിതാ ജനപ്രതിനിധികൾക്കുള്ള പരിശീലനത്തിൽ അദ്ദേഹം ഒരു അതിഥിയായി എത്തുകയും ചെയ്തു. അപ്പോൾ അത്തരത്തിൽ ഈ അങ്കണവാടി ടീച്ചേഴ്സ്, ആശാ വർക്കേഴ്സ്, കുടുംബശ്രീ, നേരത്തെ പറഞ്ഞതുപോലെ
ജെൻഡർ ലിറ്ററസി സ്ത്രീകൾക്കിടയിൽ ഒരുപക്ഷെ കളക്ട്രേറ്റിൽ പറയുന്നേക്കാൾ കൂടുതൽ ജെൻഡർ എന്താണെന്നത് നമ്മുടെ ഗ്രാമത്തിലെ മനുഷ്യർക്കറിയാം. നേരത്തെ സഖാവ് സൂചിപ്പിച്ചതുപോലെ പ്രധാന സ്ഥലങ്ങളിൽ MP-മാർക്കും MLA-മാർക്കും ജുഡീഷ്യറിയിലുള്ളവർക്കുമാണ് അത് കൊടുക്കേണ്ടത് എന്നുള്ളതാണ്. അപ്പം അത്തരത്തിലേക്ക് കേരളത്തിലേക്ക് നമ്മൾ അടിസ്ഥാന മേഖലകളിൽ ഒരുപക്ഷെ സ്ത്രീകളെല്ലാം ഈ പറയുന്ന രീതിയിൽ ചായ ഇടുന്നത് പുരുഷനും സ്ത്രീക്കും ചെയ്യാവുന്നതും ഡ്രൈവിംഗ് പുരുഷനും സ്ത്രീക്കും ചെയ്യാവുന്നതും ഒരു വീട്ടിലെ ബൾബ് മാറ്റിയിടാൻ അച്ഛനെയോ ചേട്ടനെയോ കാത്തിരിക്കുന്നത് ഒരു പെൺകുട്ടിക്ക് ചെയ്യാമെന്നും സൈക്കിൾ ചവിട്ടുന്നതും ഈ നീന്തുന്നതുമൊക്കെ ചായ ഇടുന്നതൊക്കെ ബേസിക് ലൈഫ് സ്കില്ലുമാണെന്നുള്ള കാര്യങ്ങൾ നമ്മുടെ കുട്ടികളിലും നമ്മുടെ സ്ത്രീകളിലും പഠിച്ചു കഴിഞ്ഞു. പക്ഷേ അത് നമ്മുടെ പുരുഷന്മാരിലേക്കും ഡിസിഷൻ മേക്കിംഗ് ഇരിക്കുന്ന പോളിസി മേക്കിംഗ് എടുക്കുന്ന ആൾക്കാരിലേക്കാണ് ഇനി എത്തേണ്ടത്. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ തീർച്ചയായിട്ടും നമുക്ക് തുടരേണ്ടതുണ്ട് എന്നുള്ളതാണ്. പിന്നീട് മാഡം പറഞ്ഞ രീതിയിൽ 2004 മുതൽ 2011 വരെ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിൽ MPhilഉം PhDയും വിമൺ സ്റ്റഡീസിൽ ചെയ്ത ആളാണ്. ആ സമയത്താണ് ഈ മുരളി മനോഹർ ജോഷി എന്ന് പറയുന്ന നേരത്തെ സൂചിപ്പിച്ച വിദ്യാഭ്യാസ മാനവശേഷി വികസന മന്ത്രി ഞങ്ങളുടെ വിമൺ സ്റ്റഡീസ് സെന്ററിനെ ഫാമിലി സ്റ്റഡീസ് സെന്ററാക്കി മാറ്റിയത്. ആ സമയത്ത് അതിൻ്റെ ഒരു ബെനിഫിഷ്യറി കൂടിയാണ് ഈ ബഹുമാനപ്പെട്ട ബൃന്ദാകാരാട്ട് അടക്കമുള്ള അല്ലെങ്കിൽ ഈ പറഞ്ഞ പുരോഗമന ഇടതുപക്ഷ രാഷ്ട്രീയ CPM അടക്കമുള്ളവർ നടത്തിയ സമരം ചെയ്തതുകൊണ്ടാണ് എനിക്ക് വിമൺ സ്റ്റഡീസിൽ തന്നെ PhD ചെയ്യാൻ പറ്റിയതുള്ളതാണ്. പക്ഷേ ഇപ്പോഴും വിമൺ സ്റ്റഡീസ് എന്നുള്ള സബ്ജക്റ്റ് നേരത്തെ പറഞ്ഞതുപോലെ UGC ഫണ്ട് നൽകാത്തത് കാരണം വളരെ വലിയ അപകടം നേരിട്ടുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും പലപ്പോഴും പശുവിനെക്കുറിച്ച് ഗവേഷണം നൽകാൻ പൈസ കൊടുക്കുമ്പോൾ ഈ പറയുന്ന രീതിയിൽ ജെൻഡർ ഇക്വാലിറ്റിയെക്കുറിച്ചുള്ള ലിംഗസമത്വത്തെക്കുറിച്ചുള്ള ചർച്ചകൾക്കോ അതിൻ്റെ ഗവേഷണത്തിന് പൈസ തരാത്ത രീതിയിൽ ഞങ്ങളെയൊക്കെ ഇറുക്കിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയുണ്ട്. ഫണ്ടിൻ്റെ പ്രശ്നമുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഈ കാര്യം ഇത് പിന്നീട് മാഡം പറഞ്ഞ ഒരു കാര്യം സെക്ഷൽ ഹറാസ്മെൻ്റ് അറ്റ് വർക്ക് പ്ലേസ്. നമുക്ക് ജാഗ്രതാ സമിതികളുണ്ട്. വനിതാ കമ്മീഷൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ പഞ്ചായത്തുകളുടെ ഭാഗമായിട്ട് ജാഗ്രതാ സമിതികളുണ്ട്. 10ലധികം സ്ത്രീകൾ ജോലി ചെയ്യുന്ന എല്ലാ സ്ഥലങ്ങളിലും IC-കളുണ്ട്. പക്ഷേ നിർഭാഗ്യവശമെന്ന് പറയട്ടെ, പാട്രിയാർക്കിൽ പുരുഷാധിപത്യ സമൂഹത്തിൽ ഇത് പലപ്പോഴും നോക്കുകുത്തികളായി നീങ്ങുന്നു പോകുന്ന ഒരു അവസ്ഥ ഇപ്പോഴുണ്ട്. ഞാനടക്കം IC-ലൊക്കെ ഉള്ള ആളാണ്. നമുക്കറിയാം ഇത് എങ്ങനെയാണ് ഡീൽ ചെയ്തു പോകുന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ പറഞ്ഞ ജെൻഡർ ലിറ്ററസിക്ക് അപ്പുറത്തേക്ക് പോകേണ്ടിയിരിക്കുന്നു. പാട്രിയാർക്കി പിതൃമേധാവിത്വ സമൂഹത്തിലാണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത്. ഒരു പക്ഷേ നമുക്ക് ഇതെല്ലാം പറയാം, പെൺകുട്ടികൾ പൈലറ്റ് ആയിക്കോട്ടെ ഡോക്ടർ ആയിക്കോട്ടെ, പക്ഷേ കല്യാണം കഴിച്ചതിന് ശേഷം അവരെവിടെ പോകണം? പെണ്ണിനെ കെട്ടിച്ചു വിടുകയാണ്, കെട്ടിച്ചയക്കുകയാണ്, പറഞ്ഞയക്കുകയാണ്. എങ്ങോട്ട്? സ്വന്തം വീട്ടിലൊരു വീടില്ല, നീ വല്ല വീട്ടിലും പോയി ജീവിക്കേണ്ടവളാണെന്ന് കുടുംബത്തിൽ തന്നെ 7ാം ക്ലാസ്സിലും 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളോട് നമ്മൾ പറയുന്നു. ഇത് പാട്രിയാർക്കിയുടെ ഒരു ഭാഗമായിട്ടുള്ള പാട്രി ലോക്കൽ സിസ്റ്റമാണ്. എവിടെയും കല്യാണം കഴിഞ്ഞിട്ട് സ്ത്രീ ഭർത്താവിൻ്റെ വീട്ടിൽ പോയി താമസിക്കണമെന്ന് എവിടെയും എഴുതി വെച്ചിട്ടില്ല. പക്ഷെ നമ്മളെല്ലാവരും, ഞാനടക്കം എല്ലാവരും കല്യാണത്തിന് ശേഷം പെൺകുട്ടിക്കൊരു മുറി പോലും ഇല്ലാതാകുന്നു എന്നുള്ളതാണ്. അത് മാറണം. നിയോ ലോക്കൽ സംവിധാനങ്ങളിലേക്ക് വരണം. കല്യാണത്തിന് ശേഷം ആൺകുട്ടിയും പെൺകുട്ടിയും തീരുമാനിക്കട്ടെ അവർക്ക് എവിടെ ജീവിക്കണമെന്നുള്ളത്. അപ്പോൾ അത്തരത്തിൽ സ്ട്രക്ചറായിട്ടുള്ള പുതുമേധാവിത്വം നമ്മുടെ ഡിസിഷൻ മേക്കിംഗ് ബോഡീസിലൊക്കെ ഇരിക്കുന്ന പുരുഷ മേധാവിത്വത്തെ നമുക്ക് ഇടപെടണം. തീർച്ചയായിട്ടും ഇത് ഈ ഒരു സെമിനാർ കൊണ്ട് അവസാനിപ്പിക്കേണ്ടതല്ല. സ്ത്രീപക്ഷ കേരളത്തിന് വേണ്ടി നിൽക്കുന്ന ഇടതുപക്ഷ സർക്കാർ ഈ പറയുന്ന ജെൻഡർ ലിറ്ററസി എന്ന് പറയുന്ന വലിയ ക്യാമ്പയിനാക്കി മാറ്റുകയും കേരളത്തിലെ എല്ലാ മനുഷ്യരും, നമുക്ക് നല്ലൊരു അടിത്തറയുണ്ട്. ഈ പറയുന്ന രീതിയിൽ ജെൻഡർ സെൻസിറ്റീവായിട്ടുള്ള കൃത്യമായ വിദ്യാഭ്യാസമുള്ള സാക്ഷരതയുള്ളൊരു സമൂഹമാണ് നമ്മൾ. വളരെ വലിയ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലൂടെ മുന്നോട്ട് പോകുന്ന നമ്മളാണ്. കൃത്യമായ ഈ പറയുന്ന ജെൻഡർ ലിറ്ററസി എന്ന് പറയുന്ന പരിപാടി നമ്മുടെ പാർട്ടിയും നമ്മുടെ ഗവൺമെൻറ്റും ഒരു വലിയ ക്യാമ്പയിനായി മാറ്റിക്കൊണ്ട് ലിംഗസമത്വത്തിൽ തീർച്ചയായിട്ടും നേരത്തെ ബഹുമാനപ്പെട്ട സൂസൻ കൂടി സഖാവ് സൂചിപ്പിച്ചതുപോലെ ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റിലും മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റിലും സാക്ഷരതയിലും ഒക്കെ നമ്മൾ മുന്നിൽ നിൽക്കുമ്പോഴും ഈ ഫാക്റ്റുകൾക്കപ്പുറം ഇൻവിസിബിളായിട്ടുള്ള കാണാപ്പണികൾ ചെയ്യുന്ന സ്ത്രീകൾ അത് റെക്കഗ്നൈസ് ചെയ്യപ്പെടാതെ പോകുന്നുണ്ട്. തീർച്ചയായിട്ടും അത്തരത്തിൽ ഈ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡേഴ്സ് അടക്കമുള്ള മനുഷ്യരും തുല്യരാണെന്നും ഭരണഘടനാപരമായിട്ട് നമ്മൾക്ക് കിട്ടിയ തുല്യത ഊട്ടി ഉറപ്പിക്കുന്നതിന് വേണ്ടി ഈ പാർട്ടി കൂടെ ഉണ്ടാവണമെന്നും ഈ പാർട്ടിക്കൊപ്പം നിൽക്കാൻ ഞങ്ങളെല്ലാം സന്നദ്ധരാണെന്ന് കൂടി മാത്രം അറിയിച്ചുകൊണ്ട് എന്നെ ക്ഷണിച്ചതിന് ഒരിക്കൽ കൂടി എൻ്റെ ഈ പ്രസ്ഥാനത്തോട് നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. പ്രത്യേകിച്ച് സഖാവിന് അത് ആർക്കെങ്കിലും എന്തെങ്കിലും ഇതിനെ സംബന്ധിച്ച് പറയാനുണ്ടോ? ആർക്കെങ്കിലും എന്തെങ്കിലും ഒന്ന് പറയാനുണ്ടെങ്കിൽ ഒന്ന് എഴുന്നേറ്റ് പറയാം. എല്ലാവർക്കും അനുവദിക്കുന്നത് കേവലം 1/2 മിനിറ്റായിരിക്കും ചോദ്യം ചോദിക്കാൻ. ഹലോ, എല്ലാവർക്കും നമസ്കാരം. സ്വാഗത പ്രസംഗം മുതൽ ഉദ്ഘാടനം, അതുപോലെ തന്നെ മോഡറേറ്റർ, ബാക്കി സംസാരിച്ച എല്ലാ വ്യക്തികളും
ഈ ജെൻഡർ എന്ന് പറയുന്ന വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ വിശദമായിട്ട് തന്നെ സംസാരിച്ചിട്ടുണ്ട്. മാഡം സൂചിപ്പിച്ച വിദ്യാഭ്യാസം മുതൽ തന്നെ വിദ്യാഭ്യാസത്തിൻ്റെ പാഠ്യപദ്ധതിയിലടക്കം തന്നെ അവരുടെ മൊഡ്യൂളുകളിലടക്കം തന്നെ മാറ്റം വരുത്തിക്കൊണ്ട് വരുന്ന തലമുറയിൽ നല്ലൊരു മാറ്റം വരുത്തുവാനായിട്ട് ശ്രമിക്കുന്നു എന്നുള്ളതാണ്. അതിൽ അംഗൻവാടി പാഠപുസ്തകത്തിൽ വരുത്തിയുള്ള മാറ്റം എല്ലാം തന്നെ വളരെയധികം അഭിമാനകരമാണ്. അതുപോലെ തന്നെ കേരളത്തിലെ കുടുംബശ്രീ പ്രസ്ഥാനം വളരെ വർഷങ്ങൾക്ക് മുമ്പ് 2009 മുതൽ തന്നെ ശരിക്കും നമ്മുടെ സ്ത്രീ പദവി സ്വയം പഠന പ്രക്രിയയ്ക്ക് രൂപം കൊടുത്തിട്ടുണ്ട്. കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെൻറ് കൃത്യമായിട്ടും കേരളത്തിലെ സ്ത്രീകളിൽ ജെൻഡർ സാക്ഷരത കൈവരിക്കുന്ന കാര്യത്തിൽ വളരെയധികം മുൻപോട്ട് പോയിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പം ഇവിടെ സ്ത്രീകളൊക്കെ തന്നെ ജെൻഡർ സാക്ഷരത കൈവരിക്കുകയും കുടുംബങ്ങളിൽ ഈ പറയുന്ന സാക്ഷരതരായിട്ടുള്ള സ്ത്രീകൾക്ക് കൃത്യമായിട്ടും അവരുടെ ഒരു ലിംഗനീതിയും ലിംഗതുല്യതയും മുൻപോട്ട് കൊണ്ടുപോകാൻ കഴിയാത്തൊരു സാഹചര്യത്തിലൂടെയാണ് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ കേരളം എന്ന് പറയുന്നത് ഉന്നത വിദ്യാഭ്യാസം നേടുന്ന പെൺകുട്ടികളുള്ള സംസ്ഥാനമാണ് കേരളം. സ്കൂൾ കോളേജ് തലങ്ങളിൽ ജെൻഡർ വിഷയം സംസാരിക്കാനായിട്ട് പോകുമ്പോൾ പെൺകുട്ടികൾ ഈ പറയുന്ന ഡിസ്ക്രിമിനേഷനെ കുറിച്ച് വ്യക്തമായ ധാരണയുണ്ട്. പക്ഷേ കുടുംബങ്ങളിൽ എന്ന് പറയുമ്പോൾ നമ്മുടെ ആൺമക്കൾ വളരുന്നത് വീട്ടിലെ അച്ഛനും അമ്മാവന്മാരും അല്ലെങ്കിൽ പുരുഷന്മാർ ആ സമൂഹത്തിൽ വീട്ടിലെ സ്ത്രീകളോട് കാണിക്കുന്ന ഡിസ്ക്രിമിനേഷൻ കണ്ടു വളരുമ്പോൾ അവരൊരുപാട് സ്വപ്നം കാണുന്നു എന്നുള്ളതാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ കേരളത്തിലെ വിവാഹമോചന കേസുകളടക്കം തന്നെ കൂടി വരികയാണ് ചെയ്യുന്നത്. ഇതൊരു ആകുലതയായിട്ട് തന്നെ നിലനിൽക്കുന്നു. പക്ഷെ എങ്കിൽ പോലും കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റ് ഇത്രയൊന്നും സമയമില്ല. സോറി മാം. അപ്പം ആ ഒരു ആകുലത നമുക്ക് എങ്ങനെയാണ് മറികടക്കാൻ സാധിക്കുന്നത് എന്നുള്ളതാണ്. കാരണം നമ്മൾ ഈ പറയുന്ന മൊഡ്യൂളുകളിലൊക്കെ മാറ്റം വരുത്തുമ്പോഴും ഈ കുടുംബത്തിലുള്ള ഡിസ്ക്രിമിനേഷൻ മാറാതിരിക്കുമ്പോൾ എങ്ങനെയാണ് നമുക്ക് മുൻപോട്ട് പോകാനായിട്ട് കഴിയുന്നതെന്നുള്ള വലിയൊരു ചോദ്യചിഹ്നം, വളരെ ടെൻഷൻ. കാരണം അത്രയധികം പേര് ബീന കുറെ സ്റ്റേറ്റ്മെന്റ്സ് ആണ് നടത്തിയിട്ടുള്ളത്. അപ്പൊ അതിൽ അവസാനത്തെ പിൻ പോയിന്റ് ചെയ്തിട്ടുള്ള ചോദ്യം എന്താ? ആ ചോദിച്ചെന്ന് വെച്ചാല് ആകുലത നിലനിൽക്കുന്നു. കാരണം ഡിവോഴ്സിന്റെ എണ്ണം കൂടി വരുന്നു സമൂഹത്തിൽ. ശരി, ആ ഒരു ടെൻഷൻ ആകുലത നിലനിൽക്കുന്നു എന്നുള്ളതാണ്. വേറെ ആരാ ഉള്ളത്? സ്റ്റേറ്റ്മെന്റ് വേണ്ട, നിങ്ങൾക്ക് ചോദ്യം ചോദിക്കാനുണ്ടെങ്കിൽ ആ ചോദ്യം മാത്രം ചോദിക്കാം. ഒരൊറ്റ വാക്കിന്റെ ഒരു ക്ലാരിറ്റിയാണ് വേണ്ടുന്നത് എനിക്ക്. ഇവിടെ ഡോക്ടർ അമൃതരാജ് പറഞ്ഞു മറ്റേ അങ്കനവാടിയെ പറ്റി പറഞ്ഞല്ലോ. ഈ അങ്കനവാടിയാണോ ശരി, അങ്കണവാടിയാണോ? അങ്കനവാടി എന്ന് പറഞ്ഞാൽ വനിതയുടെ പൂന്തോട്ടം എന്നാണ് നമ്മൾ അങ്കനവാടി എന്ന് പറയുന്നത്. അങ്കണവാടി എന്താണ്? ഈ മുറ്റത്തെ പൂന്തോട്ടം. ഇതിൽ ഏതാണ് ശരി? അങ്കനവാടി. ഇത് രണ്ടും ഉപയോഗിക്കുന്നുണ്ട്. അങ്കണവാടി ശരി. വേറെ എന്തെങ്കിലും ഉണ്ടോ? ബോർഡുകൾ ഒരുപാട് കാണുന്നു. വേറെ ആർക്കെങ്കിലും പെട്ടെന്ന് 5 മിനിറ്റ് ഞാൻ അനുവദിക്കും. അരമിനിറ്റ് മാത്രം, ഒരു ചോദ്യം മാത്രമേ നിങ്ങൾ ചോദിക്കാവൂ. മാഡം, വനിതാ കമ്മീഷൻ ഭാഷ ലിസ്റ്റ് ചെയ്യപ്പെട്ടു എന്ന് പറഞ്ഞു. ഇപ്പം സിന്ധുമാം കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, എല്ലാവരും പറഞ്ഞു. പക്ഷെ ഭാഷ അങ്ങനെ ലിസ്റ്റ് ചെയ്യപ്പെട്ടു എന്ന് പറയുമ്പോൾ അതിൽ വരുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പം മോശമായി അപമര്യാദയായി ഉപയോഗിക്കുന്ന ഭാഷ, അതിൻ്റെ പേരിൽ പ്രതികരിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ പ്രതികരിച്ചാൽ അങ്ങനെ പ്രതികരിക്കുന്ന സ്ത്രീയെ എങ്ങനെ പിന്നെ സമൂഹം കാണുന്നു? എല്ലാ അർത്ഥത്തിലും പിന്നെ ആ സ്ത്രീ ഏറ്റെടുക്കേണ്ടി വരുന്ന വലിയ വെല്ലുവിളികളുണ്ട്. അപ്പോൾ എവിടെയാണ് നീതി എന്നുള്ളത്, എവിടെയെന്നുള്ളതാണ്. ശരി. എനിക്ക് അമൃതരാജ് സാറിനോടാണ് ഒരു കാര്യം ചോദിക്കാനുള്ളത്. ഇവിടെ സഖാവ് ശ്യാമ എസ് പ്രഭ സംസാരിച്ചപ്പോൾ ഒരു പരാമർശമുണ്ടായി, ഈ പുരുഷന്മാർക്ക് വേണ്ടത്ര ജെൻഡർ സാക്ഷരത ഇല്ല എന്നുള്ളത്. സാറിൻ്റെ അനുഭവത്തിൽ അല്ലെ കേരളത്തിൻ്റെ ഒരു സമകാല അനുഭവത്തിൽ പുരുഷന്മാർക്കിടയിൽ ജെൻഡർ സാക്ഷരത എത്രമാത്രം ഉണ്ടെന്ന് ഒന്ന് വിശദീകരിച്ചാൽ കൊള്ളാം. അമൃതരാജിന് എഴുതണേ. ജെൻഡർ സാക്ഷരത മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ കേരള സർക്കാർ നല്ലൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. നല്ലൊരു തുടക്കമാണ് നടന്നത്. പക്ഷേ ഇന്ന് നമ്മുടെ ഈ സെമിനാർ പുരുഷനും സ്ത്രീയും ഉൾപ്പെടെ കേൾക്കേണ്ടതായിരുന്നില്ലേ? അങ്ങനെ ഒരു അവസരം നമുക്ക് സൃഷ്ടിക്കാമോ? അത് ഉദ്ഘാടക നേരത്തെ സംസാരിച്ച പോയിന്റ് തന്നെയല്ലേ? ഇപ്പോൾ പോരെ, സമയമില്ല. അമൃതരാജ് അതിനെ സംബന്ധിച്ച് മറുപടി പറയട്ടെ. ആ ചോദ്യത്തിൻ്റെ ഉള്ള ഉത്തരം, സ്ത്രീകളുടെ ലീവ്ഡ് എക്സ്പീരിയൻസ് ഉണ്ട്. അവർ ദൈനംദിനം ജീവിക്കുന്നുണ്ട്, അവർക്കിത് വേഗം മനസ്സിലാക്കാൻ പറ്റും. പുരുഷനെ സംബന്ധിച്ചിടത്തോളം പ്രിവിലേജ് പോകുന്നൊരു സംഭവമാണ്. അതുകൊണ്ട് തന്നെ ജെൻഡർ സാക്ഷരത അവർ മനസ്സിലാക്കിയാലും അത് ഉൾക്കൊള്ളില്ല.
കാര്യമൊക്കെ ഒരു വിഷയം മനസ്സിലാവും, പക്ഷേ ഇത് നമുക്ക് ത്രെറ്റാണെന്ന് മനസ്സിലാക്കിയിട്ട് ഉൾക്കൊള്ളാതെ അവർ പ്രവർത്തിച്ചു തുടങ്ങുന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഇത് ബോധ്യമാക്കണം. നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങളോട്, നമ്മുടെ സഹപാഠികളോട്, നമ്മുടെ ഭാര്യയോട്, നമ്മുടെ അമ്മമാരോടൊക്കെ ചേരുന്നുള്ള കുടുംബത്തിലെ ജനാധിപത്യം എന്ന് പറയില്ല, ആ ജനാധിപത്യം ഉള്ളിലുള്ള മനുഷ്യർക്ക്, ആ ബോധ്യമുള്ളവർക്കേ ജെൻഡർ സാക്ഷരത വരുത്തുള്ളൂ. ഇല്ലെങ്കിൽ കേട്ടുപോകും. അത്രയേ ഉള്ളൂ. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഇത് ഇനി നീട്ടിക്കൊണ്ടുപോകുന്നത് ശരിയല്ലെന്ന് നമ്മുടെ ഈ ഓഡിയൻസിൻ്റെ ഒഴിഞ്ഞ കസേര നമ്മെ വിഷമപ്പെടുത്തുന്നുണ്ട്, ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് ഇനി ഞാനിത് അവസാനിപ്പിക്കാൻ വേണ്ടി പോവുകയാണ്. ഞാനും അധികം സംസാരിക്കണമെന്ന് ഉദ്ദേശിക്കുന്നില്ല. ഇത് വളരെ ഗഹനമായിട്ടുള്ളൊരു വിഷയമാണെന്ന് മാത്രമല്ല, ഈ വിഷയം വളരെ സമയമെടുത്തുകൊണ്ട് സംസാരിക്കാനും ചർച്ച ചെയ്യാനും പറ്റുന്നൊരു വിഷയമാണ്. അത്രയും വിപുലമായ മേഖലകൾ ഇതിനുണ്ട്. പക്ഷെ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റിലേക്ക് ഉദ്ഘാടക നമ്മുടെ ശ്രദ്ധ ക്ഷണിച്ചിട്ടുണ്ട്. അത് നമ്മളെല്ലാം വിദ്യാഭ്യാസമുള്ളവരാണ്. 98 സംതിങ് കേരളത്തിൽ സാക്ഷരതയുണ്ട്. പക്ഷേ സാക്ഷര കേരളത്തിൽ ലിംഗസാക്ഷരത ഉണ്ടോ എന്ന ഒരു ചോദ്യം ഇവിടെ ഉയർന്നു വരുന്നുണ്ട്. നമ്മുടെ ഉദ്ഘാടക കോമ്രേഡ് ബൃന്ദാജി ചോദിച്ച ചോദ്യത്തിൻ്റെ മുൻപിൽ ഉയർന്നു വരുന്നത്, കേരളത്തിൽ നമുക്ക് സാക്ഷരതയാണ്, എഡ്യൂക്കേഷൻ ഉണ്ട്, പക്ഷേ ജെൻഡർ ലിറ്ററസി ഇവിടെ ഉണ്ടോ, ലിംഗസാക്ഷരത ഉണ്ടോ? വളരെ കുറവാണ് എന്ന് സൂചിപ്പിക്കുന്ന ഒട്ടേറെ സംഭവങ്ങൾ ഇവിടെ ഇപ്പോൾ പറഞ്ഞിട്ടുള്ള ധാരാളം ആളുകൾ പറയുകയും ചെയ്തു. എന്തുകൊണ്ട് നമുക്കിങ്ങനെ സംഭവിക്കുന്നു? ഞാൻ ഉദാഹരണം പറയുന്നില്ല. എന്തുകൊണ്ടാണ് ഇപ്പോഴും സ്ത്രീകളുടെ സ്ഥിതി ഇങ്ങനെയായി പോകുന്നത്? അതിന് കാരണം ഈ ജെൻഡർ ഇല്ലിറ്ററസിയാണ്. സ്ത്രീയെ ആക്രമിക്കാം. ഇപ്പം എന്തുകൊണ്ട് സ്ത്രീകളെല്ലാം വളരെ വേഗത്തിൽ പോയി? കുറച്ച് കഴിഞ്ഞിട്ട് പോയാൽ പോരെ? നമ്മെ വളരെ സാക്ഷരരായ കേരളത്തിലെ സ്ത്രീകളെ വർഗീയ ശക്തികൾ, RSS ഉൾപ്പെടെ ഇന്ന് അവരുടെ മനസ്സിനെ നയിക്കുന്നത് ഒരുതരം നിരക്ഷരതയിലേക്ക് തന്നെയാണ്, ജെൻഡർ നിരക്ഷരതയിലേക്കാണ്. കാരണം അവർ രണ്ടാംകിട പൗരന്മാരാണ്. അതുകൊണ്ടാണല്ലോ ഓരോ സ്ഥലത്തേക്ക് ഇങ്ങനെ കൊണ്ടുപോകാൻ അവർക്ക് സാധിക്കുന്നില്ലേ? പല സ്ഥലങ്ങളിലേക്കും നാലമ്പല യാത്ര നടത്തണം എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ സ്ത്രീകളെ എത്ര വേഗത്തിൽ കെട്ടിക്കൊണ്ടുപോകാൻ കഴിയുന്നു? ഞാനില്ല, എനിക്ക് എൻ്റെതായ ചില നിലപാടുണ്ട് എന്ന് പറയാൻ ഇന്ന് കേരളത്തിലെ സ്ത്രീകൾക്ക് സാധിക്കുന്നുണ്ടോ? കേരളത്തിലെ നല്ലൊരു കൂട്ടം സ്ത്രീ സമൂഹം പലപ്പോഴും പല വിധത്തിലുള്ള സംഘടനകളുടെ, മത തീവ്രവാദ സംഘടനകളുടെ, വർഗീയ സംഘടനകളുടെ സമ്മർദ്ദത്തിനും അല്ലെങ്കിൽ ഇൻഫ്ലുവൻസിന് വിധേയമായിട്ട് പ്രവർത്തിക്കുന്ന സ്ഥിതി ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവർ യഥാർത്ഥത്തിൽ സാക്ഷരരാണ്, പക്ഷേ ജെൻഡർ സാക്ഷരത എന്നുള്ളതല്ല അവർ സ്വയം കൈവരിച്ചിട്ടില്ല. ഇനി പുരുഷന്മാരുടെ കാര്യത്തിലാണ് മറ്റൊരു കാര്യം. അവരെ സംബന്ധിച്ചും അവരുടെ നിലപാട്, അവരുടെ പെരുമാറ്റം, അവരുടെ സംസാരം, അതിൽ നല്ലൊരു ശതമാനം ഇപ്പോൾ സോഷ്യൽ മീഡിയ കൂടി വന്നതോടുകൂടി, നേരത്തെ ഇപ്പോൾ ചോദിച്ച ഒരു ചോദ്യം അത് തന്നെയാണ്. നമ്മൾ ആരെങ്കിലും മോശം പറഞ്ഞാൽ, നമ്മൾ എതിർത്ത് സംസാരിച്ചാൽ അതിൻ്റെ 108 കനത്തിൽ ഇങ്ങോട്ട് വന്ന് വീഴും. അതോടുകൂടി നമ്മുടെ വായടഞ്ഞു പോകും. അപ്പം നമുക്ക് ഒരു നിവൃത്തിയുമില്ല. ഇപ്പം സോഷ്യൽ മീഡിയയിൽ കേരളത്തിലെ സ്ത്രീകളെ അപകീർത്തിപ്പെടുത്തുന്ന വൃത്തികെട്ട വാക്കുകൾ ആരാണ് ഉപയോഗിക്കുന്നത്? കുറച്ച് സ്ത്രീകളും ഉണ്ട്, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. സ്ത്രീകളും അത്ര വൃത്തികെട്ട വാക്കുകൾ ഉപയോഗിക്കുന്നത് അത് സാക്ഷരതയല്ല കാണിക്കുന്നത്, അത് ഇല്ലട്രസിയാണ്. എന്നാൽ ജെൻഡർ ലിറ്ററസി എന്ന് പറയുന്നത് പുരുഷന്മാരെ സംബന്ധിച്ച് പ്രത്യേകിച്ചും ഇപ്പോൾ സോഷ്യൽ മീഡിയ ഒരു ആയുധമായിട്ട് അവർ കരുതിയിരിക്കുകയാണ്. മിണ്ടിപ്പോയാൽ പിന്നെ ഒരു അണ്ടക്ഷരം മിണ്ടാതിരിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള ഒരു നിലപാടിലേക്ക് അവരെ എത്തിക്കുക എന്നത് പ്രത്യേകിച്ച് വർഗീയ സംഘടനകൾ എടുത്തിട്ടുള്ള ഒരു സമീപനമാണ്. അത് തിരിച്ചറിയാൻ നമുക്ക് കഴിയണമെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. കടന്നൽ കൂട്ടം പോലെ ആക്രമിക്കുകയാണ്, അതാ ശരി. ഈ സോഷ്യൽ മീഡിയയിലെ കടന്നൽ കൂട്ടം പോലെ നമ്മൾ പെൺകുട്ടികളെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ മറ്റൊരു കാര്യമുണ്ട്, വയലൻസ് കൂടുന്നു കേരളത്തിൽ. എന്താ വയലൻസ് കൂടുന്നത്?
കൊലപാതകം, റേപ്പ്, അതുപോലെ പെൺകുട്ടികളെ കോളേജിൽ, നഴ്സിംഗ് കോളേജിലെ മൃഗീയമായിട്ടുള്ള ക്രൂരമർദ്ദനം, റാഗിങ്ങിൻ്റെ പേരിൽ, ഇതൊക്കെ യഥാർത്ഥത്തിൽ രണ്ട് തരത്തിലും നമ്മളിപ്പോൾ വെറുതെ ജെൻഡർ ലിറ്ററസി എന്ന് പറയുമ്പോൾ ഒരു ഭാഗം മാത്രം കണ്ടാൽ പോരാ. മനസ്സിൻ്റെ വയലൻസ് ആക്രമിക്കാനുള്ള ഒരു മനോഭാവം കൂടുന്നു എന്നുള്ളതും സാക്ഷരതയുടെ സംസ്കാരമല്ല. സാക്ഷരതയിലൂടെ നമ്മൾ കൈവരിക്കേണ്ടത് സംസ്കാരമാണ്. ആ സംസ്കാരത്തിൽ ചെറിയ ചെറിയ വിള്ളലുകൾ ഉണ്ടാവുന്നുണ്ടെങ്കിൽ അത് ലക്ഷ്യമിട്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന ഇവിടുത്തെ വർഗീയ ശക്തിയുടെ ഉന്നമാണ് എന്ന് നമ്മൾ കാണുന്നില്ല. പലപ്പോഴും യുവതലമുറയെ മറ്റൊരു വഴിയിലേക്ക് തിരിച്ചുവിടാൻ ശ്രമിക്കുന്നുണ്ട്. നമ്മൾ അതും കാണണം. അപ്പം കേരളത്തിലെ പെൺകുട്ടികളെ, സ്ത്രീകളെ ഒരു സമത്വത്തിലേക്ക്, ഇക്വാലിറ്റിയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയത്തക്ക വിധത്തിൽ മനോഭാവത്തിൽ മാറ്റം വരണം. നിലപാട് അത് പുരുഷന്മാരുടെ ഭാഗത്ത്, പ്രത്യേകിച്ച് നമ്മുടെ സഹോദരന്മാരുടെ ഭാഗത്ത് നിന്ന് കുറേയേറെ മാറ്റം വരണം. മാറ്റം വരുന്നുണ്ട്, പക്ഷേ കുറെ കൂടി മാറ്റം വരുത്താൻ കഴിയുമെങ്കിൽ അതിനുവേണ്ടി നമുക്ക് തീർച്ചയായിട്ടും കേരളത്തിലാകെ ചർച്ച നടത്തുന്നത് നല്ലതാണ്. ഈ വിഷയം പ്രത്യേകിച്ച് നമ്മുടെ ഉദ്ഘാടക ചൂണ്ടിക്കാണിച്ചിട്ടുള്ള കുറേ പോയിന്റ്സ്, അത് ഞാൻ വീണ്ടും ആവർത്തിക്കേണ്ട കാര്യമില്ല. ആ പോയിന്റ്സ് എടുത്തുകൊണ്ട് നമുക്ക് കേരളത്തിൽ ചില പ്രഭാഷണങ്ങൾ നടത്താം, ചില ചർച്ചകൾ, പ്രഭാഷണങ്ങളല്ല ചർച്ചകൾ നടത്താം. ആ ചർച്ചകൾ നടത്തുന്നതിലൂടെ നേരത്തെ വൃന്ദ ഇവിടെ സൂചിപ്പിച്ച പോലെ ഇപ്പോൾ സ്ത്രീകളെ അല്ല, സ്ത്രീ പ്രശ്നങ്ങളും സ്ത്രീയോടുള്ള സമീപനവും ചർച്ച ചെയ്യാൻ സ്ത്രീകളെ ഇരുത്തിക്കൊണ്ടല്ല ചർച്ച ചെയ്യേണ്ടതെന്നാണ് നമ്മുടെ ഉദ്ഘാടക ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. അത് വളരെ ശരിയാണ്. ധാരാളം പുരുഷന്മാരും ധാരാളം സ്ത്രീകളും ഒന്നിച്ചിരുന്ന് വേണം ഇതുപോലുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ. നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ പാർട്ടി എപ്പോഴും സ്ത്രീപക്ഷ നിലപാട് സ്വീകരിക്കുന്ന പാർട്ടിയാണ്. CPIM സ്ത്രീപക്ഷ നിലപാട് സ്വീകരിക്കുന്ന പാർട്ടിയാണ്. സ്ത്രീകളെ ഉയർത്തിക്കൊണ്ടുവരാൻ ഏറ്റവും അധികം ശ്രമിക്കുന്ന പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ്. തൊഴിലാളി വർഗത്തിൻ്റെ പാർട്ടി എന്നുള്ള നിലയിൽ, തൊഴിലാളി വർഗ സംസ്കാരം ഉൾക്കൊള്ളുന്ന പാർട്ടി എന്നുള്ള നിലയിൽ സ്ത്രീകളെ സമൂഹത്തിൻ്റെ എല്ലാ തുറകളിലും കൊണ്ടുവരാൻ നല്ല പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പാർട്ടി എന്നുള്ള നിലയിലാണ് ഈ ഒരു വിഷയം, നമ്മൾ ഇതിനു മുൻപ് എടുക്കാത്തൊരു വിഷയം ഇപ്പോഴെടുത്തിട്ടുള്ളത്. നമുക്ക് സമയം കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് എല്ലാ കാര്യവും സംസാരിക്കാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഈ വിഷയം തീർച്ചയായിട്ടും കേരളത്തിൽ, പ്രത്യേകിച്ച് അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും ഈ ലിംഗസാക്ഷരതയെ സംബന്ധിച്ച് നമുക്കൊരു സംവാദം നടത്തണം. അതിൽ നമ്മളെ ഇവിടുത്തെ വിശിഷ്ടാതിഥികൾ ഉന്നയിച്ചിട്ടുള്ള പോയിന്റ്സുകളൊക്കെ നമുക്ക് ചർച്ചയ്ക്ക് വിധേയമാക്കാവുന്നതാണ്. അതിൽ നിങ്ങളുടെ എല്ലാം സഹകരണം ഉണ്ടാവണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നന്ദി പ്രകടനത്തിനായിട്ട് നമ്മുടെ പ്രിയങ്കരിയായിട്ടുള്ള മുൻ മേയർ കൂടിയായിട്ടുള്ള പ്രസന്നയെ ക്ഷണിക്കുന്നു. ഏറ്റവും ബഹുമാനിയായിട്ടുള്ള ഉദ്ഘാടക, പാർട്ടി പോളിറ്റ് ബ്യൂറോ അംഗം സഖാവ് വൃന്ദ കാരാട്ട്, നമ്മുടെ മോഡറേറ്ററായിട്ടുള്ള ഏറ്റവും പ്രിയങ്കരിയായിട്ടുള്ള സംസ്ഥാന അഖിലേന്ത്യാ പ്രസിഡന്റ് സഖാവ് ശ്രീമതി ടീച്ചർ, വേദിയിൽ സന്നിധരായിട്ടുള്ള അഖിലേന്ത്യാ സെക്രട്ടറി ആയിട്ടുള്ള സഖാവ് സിന്ധു, അതുപോലെ തന്നെ ഏറ്റവും സ്നേഹം നിറഞ്ഞ ശ്രീ അമൃതരാജ്, അതുപോലെ മഹിളാ അസോസിയേഷൻ്റെ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി, സംസ്ഥാന പ്രസിഡന്റ്, ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മറ്റ് ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, ഈ വൈകിയ വേളയിൽ ഒരു പ്രസംഗത്തിന് ഞാൻ മുതിരുന്നില്ല. നമ്മുടെ ബഹുമാനിയായിട്ടുള്ള ഉദ്ഘാടകയും അതുപോലെ തന്നെ നമ്മുടെ വിഷയം അവതരിപ്പിച്ചുകൊണ്ടെല്ലാം സംസാരിച്ചതിനെ സംബന്ധിച്ച് ഇവിടെ അവസാനമായി കൺക്ലൂഡ് ചെയ്തുകൊണ്ട് ശ്രീമതി ടീച്ചർ ഇവിടെ കാര്യങ്ങൾ പറഞ്ഞു. എങ്കിലും ഒരു കാര്യം പറയുകയാണ്, ജെൻഡർ ബയാസിസ് എന്ന് പറയുന്നത് നമ്മുടെ സംസ്കാരത്തിൽ അലിഞ്ഞു ചേർന്ന് അടിത്തട്ടിൽ കിടക്കുന്ന ഒരു കാര്യമാണ്. ആ ലിംഗപക്ഷപാതത്തെ സംബന്ധിച്ച് നമ്മുടെ കുട്ടികളെ വളർത്തുമ്പോൾ, നമ്മുടെ തൊഴിലിടങ്ങളിൽ, അതുപോലെ തന്നെ നമ്മുടെ നയം രൂപീകരിക്കുമ്പോഴെല്ലാം ഈ ലിംഗപക്ഷപാതം നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ബഹുമാനിയായിട്ട് ഉദ്ഘാടക സൂചിപ്പിച്ചതുപോലെ ഏറ്റവും ടോപ്പ് ലെവലിലാണ് ഇത് ഏറ്റവും കൂടുതൽ കാണാൻ സാധിക്കുന്നത്. പക്ഷേ ഈ ലിംഗപക്ഷപാതം എങ്ങനെ മറികടക്കുവാൻ നമുക്ക് സാധിക്കും? അതിനെന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ഈ വരുന്ന തലമുറയ്ക്ക് ഇത് പകർന്നു കൊടുക്കാതിരിക്കുവാൻ, ഈ ലിംഗസമത്വത്തിന് വേണ്ടി നമ്മളിപ്പോൾ എടുത്തിട്ടുള്ള ഈ പറഞ്ഞിട്ടുള്ള ഈ ജെൻഡർ ഇക്വാളിറ്റിയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ ജെൻഡർ ലിറ്ററസി ഇവിടെ നമ്മുടെ പ്രിയപ്പെട്ട ശ്യാമ സൂചിപ്പിച്ചു. ആ ലിറ്ററസിയുടെ മാത്രമേ ഇക്വാളിറ്റിയിലേക്ക് വരാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഇത്തരത്തിലുള്ളൊരു അവസരം, ഈ വിഷയത്തിൻ്റെ ഒരു അവസരം ലഭിച്ചത് നമ്മുടെ 24-ാം പാർട്ടി കോൺഗ്രസുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസ്ഥാന സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ടുള്ള സെമിനാർ കമ്മിറ്റി ഈ വിഷയം തിരഞ്ഞെടുത്തതിൽ ആദ്യമേ തന്നെ ആ സെമിനാർ കമ്മിറ്റിയെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്.
ഈ ജെൻഡർ ലിറ്ററസിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് പുതിയ കാര്യങ്ങൾ നമ്മുടെ ചിന്തയിലേക്ക് കൊണ്ടെത്തിച്ച പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ അംഗമായിട്ടുള്ള ഏറ്റവും പ്രിയങ്കരിയായിട്ടുള്ള സഖാവ് ബൃന്ദ കാരാട്ടിന് നിങ്ങളുടെ ഓരോരുത്തരുടെ പേരിലും ഞാൻ പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ നമുക്കറിയാം, ഏത് കാര്യത്തിലും നമ്മുടെ സംസ്ഥാനത്ത് തന്നെയുള്ള കാര്യങ്ങൾ നമ്മളോടൊപ്പം നിന്നുകൊണ്ട് ഇന്ന് അഖിലേന്ത്യാ തലത്തിൽ സ്ത്രീ പ്രശ്നങ്ങൾ ഇടപെട്ടുകൊണ്ട് സ്ത്രീകളുടെ പ്രശ്നങ്ങൾ എവിടെ ഉണ്ടായാലും ഏത് സംസ്ഥാനത്തുണ്ടായാലും അതിൻ്റെ മുമ്പിൽ ഓടിയെത്തിക്കൊണ്ട് ആ പ്രശ്നത്തിന് പരിഹാരം കാണുന്നതിനും സ്ത്രീകളെ സംഘടിപ്പിക്കുന്നതിനും ഇപ്പോഴും നല്ല ചുറിചുടുക്ക് ഓടി നടക്കുന്ന നമ്മുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന ഇപ്പോൾ അഖിലേന്ത്യാ പ്രസിഡൻ്റായിട്ടുള്ള ഇന്ന് മോഡറേറ്ററാണ് വന്നിട്ടുള്ള സഖാവ് ശ്രീമതി ടീച്ചറിന് ഞാൻ നിങ്ങളുടെ ഓരോരുത്തരും നന്ദി പ്രകാശിപ്പിക്കുകയാണ്. അടുത്തതായിട്ട് നമുക്കറിയാം, CITUവിൻ്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയാണ്, അതുപോലെ തന്നെ മഹിളാ അസോസിയേഷൻ്റെ നേതാവാണ്. ആ സഖാവിടെ വിഷയം അവതരിപ്പിച്ചുകൊണ്ട് ഓരോ കാര്യങ്ങളൂടെ സൂചിപ്പിക്കുകയുണ്ടായി. സഖാവ് സിന്ധുവിനും ഞാൻ നിങ്ങളുടെ ഓരോരുത്തരുടെ പേരിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. അതുപോലെ അമൃതരാജ് സാർ, നമുക്കറിയാം ജനകീയാസൂത്രണത്തിന് 4 നൂറ്റാണ്ട് പിന്നിട്ടിരിക്കുകയാണ്. ഓരോ മേഖലയിൽ നമ്മൾ നടത്തിയുള്ള പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ പഠനങ്ങൾ നടക്കുമ്പോൾ ലിംഗ പദവി പഠനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതുപോലെ ജനപ്രതിനിധികൾ, വനിതാ ജനപ്രതിനിധികളുടെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചൊക്കെ വളരെ വ്യക്തമായ രീതിയിൽ പുതിയ വളർന്നു വരുന്നവർക്ക് എല്ലാം വേണ്ടുന്ന നിർദ്ദേശങ്ങൾ കൊടുത്തുകൊണ്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കിലയിലെ ശ്രീ അമൃതരാജുണ്ട്. അമൃതരാജിനെ പ്രത്യേകം നന്ദി ഈ അവസരത്തിൽ പ്രകാശിപ്പിക്കുകയാണ്. പിന്നീട് നമ്മുടെ ഈ പരിപാടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശ്യാമ എസ് പ്രഭ, വളരെ അഭിമാനമുണ്ട്. ശ്യാമയെ പോലുള്ള, അതായത് നമ്മൾ ലിംഗം പറയുമ്പോൾ ആൺ പെണ്ണ്, പക്ഷെ അതിൽ വ്യത്യസ്തമായി നമ്മളോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് സമൂഹത്തിലെ തിന്മകളെ ചോദ്യം ചെയ്തുകൊണ്ട് തങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുവാൻ വേണ്ടി നിന്നപ്പോൾ ആദ്യമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റാണ് ഒരു നയം പ്രഖ്യാപിച്ചുകൊണ്ട് ഇവർക്ക് ആവശ്യമായിട്ടുള്ളവർക്ക് സംരക്ഷണം കൊടുക്കാൻ മുന്നോട്ട് വന്നിട്ടുള്ളത്. അതിവിടെ തുറന്ന് പറഞ്ഞുകൊണ്ട് നമ്മളോടൊപ്പം പ്രവർത്തിക്കുന്ന ശ്രീ ശ്യാമയ്ക്ക് നിങ്ങളുടെ ഓരോരുത്തരുടെ പേരിൽ ഞാൻ പ്രത്യേകം നന്ദി അർപ്പിക്കുകയാണ്. പിന്നീട് നമുക്കറിയാം, ഈ സെമിനാറുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതാണ്ട് 96 സെമിനാറുകൾ നടക്കുമ്പോൾ ജില്ലാതലത്തിലുള്ള സെമിനാറുകൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഏറ്റവും പ്രിയങ്കരിയായിട്ടുള്ള മുൻ മന്ത്രി കൂടിയായിട്ടുള്ള ശ്രീമതി മേഴ്സിക്കുട്ടി അമ്മയുണ്ട്. ഇതിൻ്റെ കൺവീനറായിട്ടുള്ള ശ്രീ എസ് ജയമോഹനുണ്ട്. മഹിളാ അസോസിയേഷൻ നേതാക്കന്മാരായിട്ടുള്ള സഖാവ് സബിതാബികമുണ്ട്. നമ്മുടെ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള സുജാ ചന്ദ്രനുണ്ട്. സംസ്ഥാന പ്രസിഡന്റ് സഖാവ് സുഖസങ്കോടി. ഈ പ്രവർത്തനങ്ങൾ ഇവിടെ വിജയിപ്പിക്കുന്നതിന് വേണ്ടി ഞങ്ങളോടൊപ്പം തോളോട് തോൾ നിന്നുകൊണ്ട് ഇവിടെ ഇക്വാളിറ്റിക്ക് വേണ്ടി നമ്മളോടൊപ്പം നിൽക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വിശിഷ്യ CPMൻ്റെ നേതാക്കന്മാർ ഇന്ന് നമ്മളോടൊപ്പം എത്തിച്ചു തന്നിട്ടുണ്ട്. അവർക്കെല്ലാം ഇതിൻ്റെ സംഘാടകരുടെ പേരിലുള്ള നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഇവിടെ വന്നിട്ടുള്ള ഈ അവസാന നിമിഷം വരെയും ഈ പരിപാടിയിൽ പങ്കാളികളായിക്കൊണ്ട് ഇന്ന് വിവിധ പരിപാടികൾ അവതരിപ്പിച്ചുകൊണ്ട് നമ്മളോടൊപ്പം ഇന്ന് സഹോദരിമാരുണ്ട്. അതുപോലെ ഇവിടെ വന്നു ചേർന്നിട്ടുള്ള എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈ സെമിനാർ കമ്മിറ്റിയുടെയും ഈ സംഘാടക സമിതിയുടെ പേരിലുള്ള പ്രത്യേകം നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഇപ്പോൾ നമ്മുടെ സെമിനാർ അവസാനിച്ചതായി അറിയിക്കുന്നു.